ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമുക്ക് ഒരുമിച്ച് ആയിരിക്കാൻ ദൈവം തന്ന വിലയേറിയ നിമിഷങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ ജിജി പാസ്റ്ററേയും കുടുംബത്തെയും സഭയിലുള്ള എല്ലാ ദൈവമക്കളെയും യേശുവിൻ്റെ നാമത്തിൽ പ്രത്യേകം വന്ദനം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ PMG ചർച്ചിൽ കടന്നു വരുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എൻ്റെ ഒരു ചിരകാല അഭിലാഷം ഇന്ന് നിവർത്തിക്കപ്പെട്ടതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിൻ്റെ ദാസൻ ജയൻ പാസ്റ്റർ എന്നെ വിളിച്ചിട്ടുള്ളതായിട്ട് എൻ്റെ ഓർമ്മ തരുന്നു. പേഴ്സണലി എന്നെ അറിയത്തില്ലായിരിക്കും. ഒരു ദീർഘ ഉപവാസ പ്രാർത്ഥനയുടെ നടുവിൽ വിളിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് എനിക്ക് വരാൻ പറ്റിയില്ല. അന്ന് എനിക്ക് ഡേറ്റ് കൊടുക്കാനില്ലായിരുന്നു. PMG ചർച്ചിനെ കുറിച്ച് ഞാൻ ഓർക്കുമ്പോഴെല്ലാം എൻ്റെ ഉള്ളിലൊരു വലിയ സന്തോഷമുണ്ട്. അതിൻ്റെ കാരണം ഞാൻ 95 മുതൽ എറണാകുളത്ത് ഞാൻ ശുശ്രൂഷയിൽ ആയിരിക്കുന്നു. ചില വർഷങ്ങൾ വിദേശ രാജ്യത്തായിരുന്നെങ്കിലും ഞാൻ 95 മുതലുള്ള ചില വർഷങ്ങൾ കളമശ്ശേരിയിലുള്ള PMG ചർച്ചിനോട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഞാൻ അയൽപ്പക്കത്തെ പാസ്റ്ററായിരുന്നു, ചർച്ച് ഓഫ് ഗോഡിൻ്റെ. എന്നാൽ ആ സഭയിലെ ശുശ്രൂഷകനായിരുന്ന ജോൺ ജോർജ് പാസ്റ്റർ, ജോണിക്കുട്ടി പാസ്റ്റർ എന്നാണ് അദ്ദേഹം, വെട്ടിയാറുള്ള കർത്താവിൻ്റെ ദാസനുമായിട്ട് നല്ലൊരു അടുപ്പുണ്ട്. അദ്ദേഹമായിരുന്നു കളമശ്ശേരിയിലെ ശുശ്രൂഷകൻ. ഞാൻ വളരെ ജൂനിയർ മോസ്റ്റാണ്. എൻ്റെ ഒരു സ്നേഹിതനും അന്ന് ഞങ്ങൾ ഒരുമിച്ച് ബൈബിൾ കോളേജ് കഴിഞ്ഞിട്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്നൊരു കാലഘട്ടമാണ്. ഈ കളമശ്ശേരിയിലെ PMG ചർച്ചിൽ പോയി പലവട്ടം ശുശ്രൂഷിച്ചിട്ടുണ്ട്. അതിനുപരിയായി ഞങ്ങൾക്കൊരു കുടുംബ ബന്ധം പോലെ ഒരു ഇഴയടുത്ത ബന്ധമായിരുന്നു, സ്നേഹബന്ധം, വളരെ ആഴമേറിയ ബന്ധം. എൻ്റെ ചർച്ചിൽ മീറ്റിംഗ് ഇല്ലാത്ത സമയത്ത് ഞാൻ എൻ്റെ ചർച്ചിലെ പ്രിയപ്പെട്ടവരോട് പറയും, PMG ചർച്ചിൽ പോയി മീറ്റിംഗ് കൂടാൻ പറയുമായിരുന്നു. അന്ന് ഒരു ഉണർവുള്ള, ആത്മീയതയുള്ള നല്ലൊരു സഭയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അങ്ങനെയുള്ള നല്ല ഓർമ്മകളുണ്ട്. വളരെ നന്നായി പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, ആത്മനിറവുള്ള അനേക ദൈവമക്കളുള്ള, വിശുദ്ധരായ ദൈവമക്കളുള്ള ഒരു സഭയായിരുന്നു. പിന്നീട് ക്ഷയത്വങ്ങളും ക്ഷീണങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസൻ ട്രാൻസ്ഫറായി പോകുന്ന സമയത്ത്, നാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഞങ്ങളും ആ കൂടെ പോയി അദ്ദേഹത്തെ യാത്ര അയക്കാൻ. വീട് വരെ പോയി, വെട്ടിയാർ വരെ പോയി. അപ്പോൾ അത്ര വലിയൊരു ആഴമേറിയ ആത്മബന്ധം അയൽ സഭയിലെ പാസ്റ്ററായിരിക്കുന്ന എനിക്ക് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥന അവിടുത്തെ ദൈവമക്കളിൽ ചിലരും വരുമായിരുന്നു. ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ഓർക്കുകയായിരുന്നു, BJ ട്രാവൻ എന്ന് പറയുന്ന ഗായകനെ നിങ്ങൾക്കറിയാമായിരിക്കുമല്ലേ, BJ ട്രാവൻ. BJ ട്രാവൻ്റെ പിതാവ് ഞങ്ങൾ കട്ടച്ചായൻ എന്ന് വിളിക്കുന്ന വർഗീസ് കട്ടപ്പുറം, അദ്ദേഹം PMG ചർച്ചിലെ ഒരു വിശ്വാസിയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പം ഞങ്ങൾ ഒരുമിച്ച് ധാരാളം ഉപവാസ പ്രാർത്ഥന പങ്കെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ ചർച്ചിൽ ദീർഘ ഉപവാസങ്ങൾ 21-40 ധാരാളം ഉപവാസ പ്രാർത്ഥന നടക്കുമായിരുന്നു. അപ്പം ആ സമയത്ത് ഈ കട്ടച്ചായൻ വരും. കട്ടച്ചായൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ആത്മാവിനെ സ്പർശിക്കുന്ന ഒരു ദൂതോ ഒരു വചനമോ ഒരു ആത്മവ്യാപാരം ഉണ്ടായാൽ അദ്ദേഹം മുട്ടയിലേ ഇരിക്കത്തുള്ളൂ, പൊങ്ങിച്ചാടും. അത്രയും പോലെ നമുക്കാർക്കും ചാടാൻ പറ്റത്തില്ല. മുട്ടയിൽ അതേ പൊസിഷനിൽ ഒരു ഇത്തരം പൊങ്ങിച്ചാടി താഴെ വരും. പ്രൈസ് ഗോഡ്. അങ്ങനെ അത്രയ്ക്ക് ദൈവഭക്തനായ ഒരു മനുഷ്യനായിരുന്നു BJ ട്രാവൻ. അദ്ദേഹം ചെറിയ പ്രായത്തിൽ വിശ്വാസത്തിൽ വന്നെങ്കിലും അന്നത്തെ പെന്തിക്കോസ്ത് സഭകളിലെ എന്തോ കാര്യങ്ങളൊക്കെ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം ഇച്ചിരി പിന്മാറ്റത്തിലൊക്കെ പോയി, ഇച്ചിരി എല്ലാ കാര്യമായിട്ട് പിന്മാറ്റത്തിൽ പോയി. അദ്ദേഹം വടക്കേ ഇന്ത്യക്ക് വണ്ടി കയറി ബോംബെയിലും കൽക്കട്ടയിലുമൊക്കെ ആയിരുന്നു. ശിവ ബാൻഡ് എന്നൊക്കെ പറയുന്ന ഇതിൽ സെക്യുലർ ബാൻഡിലൊക്കെ പാടുകയും ഒക്കെ ചെയ്ത് അങ്ങനെ അദ്ദേഹത്തിന് മടങ്ങി വരവ് ഈ പിതാവിൻ്റെ ഒരു സ്വപ്നമായിരുന്നു, ആഗ്രഹമായിരുന്നു, പ്രാർത്ഥനയായിരുന്നു. എപ്പോൾ എന്നെ കണ്ടാലും പറയും, മറ്റു വിഷയം പ്രാർത്ഥിക്കണം, കൈ നിന്നിട്ട് പറയും, സ്തോത്രം പറഞ്ഞിട്ട് പറയും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മടങ്ങി വരവ്, ആ കട്ടച്ചായൻ എന്ന് പറയുന്ന ഭക്തനായ മനുഷ്യൻ്റെ പ്രാർത്ഥനയാണ്. ഞങ്ങളൊക്കെ ചേർന്ന് പ്രാർത്ഥിച്ചു. ഒടുവിൽ തന്നെ മരണത്തോടടുത്ത സമയത്താണ് അദ്ദേഹം ഈ മകൻ കൽക്കട്ടയിൽ നിന്ന് മടങ്ങി വരുന്നു. ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. താൻ അങ്ങനെ ദൈവകൃപയും മടങ്ങി വന്നു. അതിനുശേഷം എഴുതിയ പാട്ട് കരുണാമയനൊക്കെ വിശ്വപ്രസിദ്ധമായി. ദൈവത്തിന് വലിയ പ്രവൃത്തി കണ്ടു. അപ്പോൾ ഒരു ദൈവദാസൻ അദ്ദേഹത്തോട് ദൂത് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. ഈ പിതാവിനോട്, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ തനിയെ ഇരിക്കും, ചത്തുവെങ്കിലും വളരെ ഫലം കായ്ക്കും. ആ ഗോതമ്പ് മണി എന്നതുപോലെ താൻ മരിച്ചു, തന്നിൽ നിന്ന് തൻ്റെ തലമുറ ശുശ്രൂഷയ്ക്ക് എഴുന്നേൽക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവസനെ നമ്മൾ കരയുന്ന ഒരു കണ്ണുനീരും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും വ്യർത്ഥമല്ല. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും?
ഒരുപാട് ആത്മീക പൈതൃകമുള്ളൊരു സഭയാണ് PMG ചർച്ചസ്. അതുകൊണ്ട് തന്നെ എനിക്ക് സഭകളോട് വലിയ സന്തോഷമുണ്ട്. ഉണർവിൻ്റെ വലിയ ദൈവം ഒരു കാലത്ത് വളരെ ശക്തമായിട്ട്, ഇന്നും ഒരു കാലത്ത് വളരെയധികമായിട്ട് ഉണർവിന് വേണ്ടി ദൈവം ഉപയോഗിച്ച അനുഗ്രഹിക്കപ്പെട്ടൊരു സഭയാണ്. ആത്മീക പൈതൃകമുള്ള സഭയിൽ വരുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ മാവേലിക്കരയിൽ ശുശ്രൂഷിക്കുന്ന സമയത്ത്, ഞാനിവിടെ വന്നിട്ടില്ലെങ്കിലും ഈ സഭയുടെ ആരംഭത്തിൽ ഈ ബിൽഡിങ് വാങ്ങിച്ചതിനെക്കുറിച്ച്, അല്ലേ, അതിനെക്കുറിച്ചുള്ളൊരു പ്രവചനം നിങ്ങൾക്കറിയാമായിരിക്കും. ഭാര്യാപനം യോനാച്ചായൻ്റെ അടുക്കൽ അന്നത്തെ ചർച്ച് ലീഡേഴ്സ് പോയി പ്രാർത്ഥിച്ച തീരുമാനമെടുക്കുന്നത്. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എവിടെയാണ് ഈ സ്ഥലം വാങ്ങിക്കേണ്ടതെന്നുള്ള വിഷയത്തിന്മേൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയതാണ്. കർത്താവിൽ പ്രസിദ്ധനായ ഭാര്യാപനം യോനാച്ചായൻ, അദ്ദേഹം ഇന്ത്യ കണ്ട ഏറ്റവും ശക്തനായ ഒരു പ്രവാചകനായിരുന്നു. ഒരുപക്ഷെ ലോകം കണ്ട ഏറ്റവും ശക്തനായ പ്രവാചകന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. നിർമ്മലമായ ജീവിതവും വളരെ ആത്മീകമായ പക്വതയും ആഴമേറിയ പ്രവചനിക സന്ദേശമുള്ളൊരു ദൈവദാസൻ. അപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവചന ഭാഷയ്ക്ക് ഒരു പ്രത്യേക രീതിയാണ്. അപ്പോൾ അദ്ദേഹം ആന്യഭാഷയിൽ പറഞ്ഞു, വെള്ളം വെള്ളം ചാട്ടം ചാട്ടം. അദ്ദേഹം അതാ കണ്ടത്. നിങ്ങൾക്കൊക്കെ അതറിയായിരിക്കും എന്ന് പറഞ്ഞ് ഇവിടെയുള്ള സ്വിമ്മിംഗ് പൂൾ അദ്ദേഹം കണ്ടത്. ഈ വെള്ളം ചാട്ടം എന്ന് പറഞ്ഞാൽ ഈ ഡൈവിങ് ബോർഡിൽ നിന്ന്, അല്ലേ, ചാടുന്ന ഒരു കാഴ്ചയാണ് അദ്ദേഹം കണ്ടത്. അതനുസരിച്ച് നോക്കൂ, നിങ്ങൾക്ക് ഇവിടെ വാങ്ങിക്കാൻ തക്കണം ദൈവയുടെയാക്കി. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ വലിയ നിയോഗമുള്ളൊരു സഭയാണിത്. ഒരു സ്തോത്രം എന്ന് പറഞ്ഞാട്ടെ. ദൈവത്തിന് വലിയ പദ്ധതിയുള്ള സഭയാണിത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾക്ക് വേണ്ടി നിങ്ങളൊന്ന് ഒരുക്കപ്പെട്ടാൽ മതി. പരിശുദ്ധാത്മാവ് പിന്നെയും ചില കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ഇന്നലെ രാത്രിയിൽ ഞാൻ ഈ സഭയിലേക്ക് വരുവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്കൊരു സന്ദേശം തന്നത്, പ്രൈസ് ഗോഡ്, ഞാൻ പറയാം. ദൈവത്തിന് സ്തോത്രം. ഒന്നാമത്തെ കാര്യം, റിട്രീവ് ദ റിവൈവൽ. കർത്താവ് പറഞ്ഞത് ഉണർവിനെ മടക്കിക്കൊണ്ടുവരിക. റിട്രീവ് ദ റിവൈവൽ. ആമേൻ. ആർ യു റെഡി? കർത്താവ് ഇന്ന് പകൽ ചോദിക്കുകയാണ്, ആർ യു റെഡി ഫോർ ദാറ്റ്? ഹല്ലേലൂയ. ഉണർവിനെ മടക്കിക്കൊണ്ടുവരുവാൻ ആമേൻ പ്രതിജ്ഞാബദ്ധരായിരിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും? Hallelujah. You have a great responsibility upon your shoulder to bring back the revival. അതുകൊണ്ട് ചുമ്മാ ഒരു ഉപവാസ പ്രാർത്ഥന എല്ലാ മാസവും ഉള്ളതാ, അങ്ങനെ നടക്കട്ടെ എന്ന് വിചാരിച്ച് ഇവിടെ ആരും ഇരിക്കരുത്. ദൈവം നിങ്ങളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ഉത്തരവാദിത്വത്തോടെയാണ്. ഒന്ന് പറഞ്ഞാട്ടെ, ഉത്തരവാദിത്വത്തോടെ. ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി മറന്നു പോകരുത്. നിങ്ങളിവിടെ വെറുതെ വന്നിരിക്കുകയല്ല. ദൈവം നിങ്ങളോട് ചോദിക്കും. ഈ ഉണർവിനെ തിരിച്ചു കൊണ്ടുവരാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. അതിന് ചില വാക്യങ്ങളൊക്കെ ഞാൻ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവ് പല കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ തന്നിട്ടുണ്ട്. നിങ്ങളോടൊന്നിച്ച് ഞാൻ പങ്കുവെക്കാം. ഹബക്കൂക്കിൻ്റെ പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഹബക്കൂക്കിൻ്റെ പ്രവചനം 3:2. ഓ ലോർഡ്, റിവൈവ് യുവർ വർക്ക് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ ഇയേഴ്സ്. യഹോവേ, ആണ്ടുകൾ കഴിയും മുമ്പേ, യഹോവേ, ഞാൻ നിന്റെ കേൾവി കേട്ട് ഭയപ്പെട്ടു പോയി. യഹോവേ, ആണ്ടുകൾ കഴിയും മുമ്പേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. ഇംഗ്ലീഷിൽ നാം വായിക്കുന്നത് റിവൈവ് ദ വർക്ക്സ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ ഇയർ നാം. ഇതിപ്പോൾ നമ്മളിപ്പം വന്നിരിക്കുന്നത് ആണ്ടിൻ്റെ പകുതിയിലാണ്, മിഡ്സ്റ്റ് ഓഫ് ദ ഇയർ, അല്ലേ? ആദ്യത്തെ ആണ്ടിൻ്റെ മധ്യത്തിൽ നമ്മൾ വന്നിരിക്കും. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും? ഹല്ലേലൂയ. കർത്താവ് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നൊരു ദൂത് ഇന്ന് പകൽക്കാലം, ആണ്ട് കഴിയുന്നതിന് മുമ്പേ ഒരു ഉണർവിലേക്ക് നമ്മെ നയിക്കാൻ ദൈവം ആഗ്രഹിക്കും. വിശ്വസിക്കുന്നവരൊന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ദാറ്റ് ഈസ് ദ പേർപ്പസ് ഓഫ് ദ ലോർഡ്. ദാറ്റ് ഈസ് ദ ഡിസയർ ഓഫ് ദ ഹാർട്ട് ഓഫ് ദ ലോർഡ്. ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്ന് പറയുന്നത് ആമേൻ ആ ഉണർവിലേക്ക് നമ്മെ നയിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇത് ഹബക്കൂക്കിൻ്റെ ഒരു പ്രാർത്ഥനയാണ്, അല്ലേ? പ്രയർ ഇഗ്നൈറ്റ്സ് ദ റിവൈവൽ. ഉണർവിനെ ജനിപ്പിക്കുന്നത് പ്രാർത്ഥന. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? Prayer begets the revival and ignites the fire of God. ആ പ്രാർത്ഥനയാണ് ഉണർവിനെ ജനിപ്പിക്കുന്നതും ഉണർവിൻ്റെ അഗ്നിയെ കത്തിക്കുകയും ചെയ്യുന്നത്. ഇന്ന് പകൽ ഇവിടെ ചില ഹബക്കൂക്കുമാർ എഴുന്നേൽക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹബക്കൂക്ക് ഒത്തിരി പ്രശ്നങ്ങൾ കണ്ടൊരു പ്രവാചകനാണ്. ദുരന്തങ്ങളും ദുരിതങ്ങളും നെഗറ്റീവായിരിക്കുന്ന ഒരു അനുഭവങ്ങൾ കണ്ട ഒരു പ്രവാചകനാണ് ഹബക്കൂക്ക്. പക്ഷേ ഹബക്കൂക്ക് അതുകൊണ്ടൊന്നും പതറിയില്ല. ഹല്ലേലൂയ. നമ്മുടെ ജീവിതയാത്രയിൽ പല നെഗറ്റീവ് അനുഭവങ്ങൾ നമുക്ക് ഇന്നലകളിൽ ഉണ്ടായി കാണും. പക്ഷേ അതുകൊണ്ട് നിന്റെ മനസ്സ് പതറരുത്. ഇപ്പോഴും ദൈവം ജീവിക്കുന്നു, ദൈവം പ്രവർത്തിക്കുന്നവനാണ്. അതുകൊണ്ടൊരു റിവൈവൽ ഉണർവിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം.
ഹല്ലേലൂയ. നമുക്കറിയാവുന്ന വാക്യമാണ്. ഹബക്കൂക്കിന്റെ പ്രവചനം തന്നെ ആ 3-ാം അധ്യായത്തിന്റെ 17 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. 3-ാം അധ്യായത്തിന്റെ 17 മുതലുള്ള വാക്യങ്ങൾ. അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല. ഭയങ്കര നെഗറ്റീവ് അനുഭവങ്ങൾ അല്ലേ. തിങ്സ് ആർ മൂവിങ് ഫ്രം ബാഡ് ടു വേഴ്സ്. വളരെ പരിതാപകരമായ നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്തിവൃക്ഷം തളിർക്കുകയില്ല, മുന്തിരിവള്ളി അതിന് അനുഭവം തരികയില്ല, ഗോശാലകളിൽ കന്നുകാലി കാണുകയില്ല, ആട്ടിൻ തൊഴുത്തിൽ നിന്ന് ആട്ടിൻ കൂട്ടങ്ങൾ നശിച്ചു പോകും, ഒലിവുമരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും. ഇത്രയും ദൂതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറയാം പ്രവാചകം കൊള്ളത്തില്ലെന്ന് പറയും അല്ലേ. ഹല്ലേലൂയ. ഹബക്കൂക്ക് പ്രാർത്ഥിക്കുമ്പോൾ കണ്ടതെല്ലാം ഭയങ്കര ഇസ്രായേലിൻ്റെ അന്നത്തെ അവസ്ഥയാണ്. വളരെ മോശമായ രീതിയിൽ കാര്യങ്ങൾ, അവരുടെ ഇക്കോണമി എല്ലാം വളരെ മോശമായ രീതിയിൽ പോകുന്നതായി, റിസഷൻ്റെ ടൈം ഇതൊക്കെയാണ് കാണുന്നത്. പക്ഷേ അതിൻ്റെ മധ്യത്തിൽ എങ്കിലും ഞാൻ എൻ്റെ ദൈവമായ യഹോവയിൽ പ്രമോദിക്കും. വിഭ്രമരാഗത്തിലെ പ്രാർത്ഥന ആരംഭിച്ചത്. വായിച്ചട്ടെ. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. അതാണ് നിങ്ങളുടെ ജീവിതത്തിലെ നെഗറ്റീവുകൾ നടുവിൽ നിങ്ങൾ തളർന്നു പോകരുത്. എങ്കിലും in spite of all these things, I rejoice in the Lord. Amen. എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. യഹോവയായ കർത്താവ് എൻ്റെ ബലമാകുന്നു, എൻ്റെ ബലമാകുന്നു. അവൻ എൻ്റെ കാൽ പേടമാൻ കാൽ പോലെ ആക്കുന്നു, ദൈവത്തിന് ഉന്നതകളിന്മേൽ എന്നെ നടക്കുമാറാക്കുന്നു. യെസ്, ഹല്ലേലൂയ. അപ്പം അത് ആരംഭിക്കുന്ന ഒരു നെഗറ്റീവ് നോട്ടിലാണ്, വിഭ്രമരാഗത്തിലാണ് ആരംഭിക്കുന്നത്. പക്ഷേ അത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഹബക്കൂക്ക് പറയുകയാണ്, that means God wants you to rise above the circumstances. സാഹചര്യങ്ങൾക്ക് അതീതമായി നീ എഴുന്നേൽക്കണം. അതാ നിന്റെ പ്രാർത്ഥനയുടെ ശക്തി. എവിടെയാണെന്നറിയാമോ? കണ്ണ് തുറന്നു നോക്കുമ്പോൾ എല്ലാം മോശമായ സാഹചര്യങ്ങളാണ്. അനേകർക്ക് ലേ ഓഫ്, ജോലി നഷ്ടപ്പെടുന്നു. ഇപ്പം മിഡിൽ ഈസ്റ്റിലാണെങ്കിൽ യുദ്ധങ്ങളാണ്. യുദ്ധങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ബിസിനസ്സുകൾ അടച്ചുപൂട്ടുന്നു, പരാജയങ്ങൾ നമ്മൾ കാണുന്നു. പക്ഷേ ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രവാചകൻ ആത്മാവിൽ ചില കാഴ്ചകൾ കാണുകയാണ്. നമ്മുടെ അകത്തെ കണ്ണുകൾ കൊണ്ട് ചില കാഴ്ചകൾ കാണണം. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും? ഇപ്പോൾ നിന്റെ കണ്ണ് തുറന്നു നോക്കുമ്പോൾ പരാജയങ്ങൾ, സെറ്റ് ബാക്കുകൾ ഒക്കെ നീ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും ആത്മാവിൽ ഒരു ദൂത് പറയാം. നീ കണ്ണടച്ചാൽ, അല്ലെങ്കിൽ നീ ആത്മാവിലായാൽ നിനക്ക് കാണാൻ പറ്റുന്ന കാഴ്ച ഇതിനപ്പുറത്ത് മൂവ് ചെയ്യുന്ന ദൈവത്തിൻ്റെ കരമാണ്. ഹല്ലേലൂയ. എങ്കിലും ഞാൻ എൻ്റെ ദൈവമായ യഹോവയിൽ ആനന്ദിക്കും. ഇൻ ദ സ്പിരിറ്റ് യു ക്യാൻ റിജോയ്സ്. ഇൻ ദ സ്പിരിറ്റ് യു ക്യാൻ റിജോയ്സ്. ഹല്ലേലൂയ. ഈ പ്രതികൂലങ്ങളെ നോക്കി പഴി പറഞ്ഞ് നിരാശപ്പെട്ട് ഇരിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതിന് റൈസ് അബോവ് ദ സർക്കംസ്റ്റാൻസസ്. സാഹചര്യങ്ങൾക്ക് അതീതമായി നിങ്ങൾ ഉയർന്നുകൊണ്ട് ആത്മാവിൽ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. പിശാച് എവിടെയാണ് പോരാടുന്നത് അറിയാമോ? നമ്മുടെ മൈൻഡ് സെറ്റിലാണ് പോരാടുന്നത്, നമ്മുടെ ചിന്താമണ്ഡലങ്ങളിലാണ് പോരാടുന്നത്. ഇതെല്ലാം നിൻ്റെ ആത്മീയത്തെ, ജീവിതത്തിൻ്റെ നെഗറ്റീവ് സാഹചര്യങ്ങൾ നിൻ്റെ ആത്മീയത്തെയും നിൻ്റെ മാനസികത്തെയും ബാധിച്ചിട്ട് അനേകർക്ക് ഡിപ്രഷനാണ്. അപ്പം നിൻ്റെ ജീവിതത്തിൽ പിശാച് ഇതെല്ലാം കടത്തിവിട്ട്, ചിലർ പറയും പാസ്റ്ററെ അറിയത്തില്ല, എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, ആ പഴയ തീ എനിക്കില്ല. യു നോ ഹൗ ദ ഡെവിൾ ഡൗസസ് യുവർ ഫയർ. നിന്റെ തീ എങ്ങനെയാണ് പിശാച് കെടുത്തിക്കളയുന്നറിയാമോ? നിന്റെ ചിന്താമണ്ഡലങ്ങളിൽ എന്നാ ഓടുന്നത്, അത് നിന്റെ തീയെ കെടുത്തിക്കളയുന്നത്. ഹല്ലേലൂയ. മനസ്സിൻ്റെ ഭാരങ്ങൾ. അപ്പോൾ വിശ്വാസം കുറയുക. ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും ഒരു വിടുതൽ കാണുന്നില്ലല്ലോ, അല്ലേ? ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും ഒരു ദൈവപ്രവൃത്തി കാണുന്നില്ലല്ലോ. ആ നെഗറ്റീവ് ചിന്ത നിന്റെ അഗ്നിയെ കെടുത്തിക്കളയുക. നിങ്ങൾ അറിയുന്നില്ല, നിങ്ങളിപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. ദാറ്റ് പ്രെയർ ഈസ് എ കൈൻഡ് ഓഫ് മെക്കാനിക്കൽ പ്രെയർ. യാന്ത്രിക പ്രാർത്ഥനകൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മളെപ്പോലെ പ്രാർത്ഥിക്കാൻ അറിയാവുന്ന ആരോളൂ? വാ തുറന്ന് ശുറുന്ന് രാത്രി തട്ടി എഴുന്നേറ്റാലും നമ്മൾ എന്ത് ചെയ്യും? ഒരു പ്രാർത്ഥന. ദാറ്റ്സ് എ സ്റ്റീരിയോ ടൈപ്പ് പ്രെയർ. നമുക്കറിയാം പ്രാർത്ഥന വന്നോളൂ. പക്ഷെ ദൈവവുമായി നിന്റെ ഹൃദയം ബന്ധപ്പെടുന്ന പ്രാർത്ഥനയാണ് ദൈവത്തിൻ്റെ മഹത്വത്തെ കൊണ്ടുവരുന്നത്, ആത്മാവിൻ്റെ തീയെ കത്തിക്കുന്ന. ചേർന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. Hallelujah. Prathikam. Father, we thank you for this wonderful blessed morning time of fasting and prayer. Father God, we come to your presence. Blessed Holy Spirit, I pray that you move into this place and take over, Lord. Holy Spirit, continue to minister to thy people. Holy Spirit, I just want you to minister to the servant of God and to all the children of God this morning, Lord. Holy Spirit, Lord, we need your presence, your glory, your tangible glory. Hallelujah. Lord, we plead and pray that the glory of the Lord, the tangible
tangible glory of the Lord shall come back to the church, Lord. Hallelujah. Oh rabba baba ba sekete keke masakatia സ്പർശിക്കത്തക്ക ദൈവ മഹത്വവും സാന്നിധ്യവും ആലയത്തിലേക്ക് മടങ്ങി വരാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യഹോവേ, പണ്ടത്തെ നാളുകളിലെ പോലെ ഞങ്ങൾക്കൊരു നല്ല കാലം വരുത്തണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് ഞങ്ങളുടെ അകൃത്യങ്ങളെ കഴുകണമേ, പാപങ്ങളെ കഴുകണമേ, അവിശ്വസ്തതകളെ ക്ഷമിക്കണമേ, അശുദ്ധികളെ നീക്കിക്കളയണമേ കർത്താവേ. ഹല്ലേലൂയ. മഹാമനസ്കതയുള്ള ദൈവമാണല്ലോ. ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പിതാക്കന്മാരുടെ അകൃത്യങ്ങൾ, ഈ തലമുറയുടെ അകൃത്യങ്ങൾ, ഞങ്ങളുടെ അകൃത്യങ്ങൾ കർത്താവ് ക്ഷമിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് കഴുകി ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കും. ബെന്യാമീനും മനശ്ശെയും കാണുകെ, നിന്റെ എഫ്രൈമും ബെന്യാമീനും മനശ്ശെയും കാണുകെ, നിന്റെ വീര്യബലമുണർത്തി നിന്റെ ജനത്തിന്റെ രക്ഷയ്ക്കായി വരണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജോസഫിനെ പോലെ തൻ്റെ ജനത്തെ ആട്ടിൻകൂട്ടത്തെ പോലെ നടത്തുന്നവനായി, ഇസ്രായേലിന്റെ ഇടയനായുള്ളവേ ചെവിക്കൊള്ളണമേ. കെരൂബുകളിൽ മേൽ വസിക്കുന്നവനെ ചെവിക്കൊള്ളണമേ. ഹല്ലേലൂയ. അങ്ങയുടെ സാന്നിധ്യത്തിനായി ഞങ്ങൾ നന്ദി പറയുകയാണ്. റിവൈവ് us again, റിവൈവ് us again. ഞങ്ങളെ വീണ്ടും ഉണർത്തണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുക. റോലിഹിനി ബിർഹേസു ഹോസിഹാനിയ പ്രഭാതന സെന്തലു. സാന്നിധ്യത്തിനായി നന്ദി പറയുന്നു. അങ്ങയുടെ മഹത്വം ഇറങ്ങി നിൽക്കുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു. Sanctify, cleanse us by the precious blood of the Lamb, Jesus. Fill us with your presence, power and fire and the anointing of Holy Spirit. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ രണ്ട് അനുഭവങ്ങളുണ്ട്. ഒന്ന് കാബോദ്, മറ്റൊന്ന് ഈ കാബോദ്. ആമേൻ. ഹീബ്രു പദങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. കാബോദ് എന്ന മലയാളത്തിൽ കാബോദ് അല്ലെങ്കിൽ ഈ കാബോദ്, രണ്ട് പദങ്ങൾ. കാബോദ് എന്ന വാക്ക് ഹീബ്രു വേർഡിൻ്റെ അർത്ഥം മഹത്വം എന്നാണ്. ദൈവത്തിൻ്റെ സാക്ഷാൽ മഹത്വം, ദൈവത്തിൻ്റെ ഗ്ലോറി. ആമേൻ. നാം ദിനവൃത്താന്ത പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, ശലോമോൻ ആമേൻ 1000 ഹോമയാഗങ്ങളെ അർപ്പിച്ചു. ആലയത്തെ ഡെഡിക്കേറ്റ് ചെയ്ത് പ്രാർത്ഥിച്ചപ്പോൾ യഹോവയുടെ തേജസ്സും ആലയത്തിലിറങ്ങി. പുരോഹിതന്മാർക്ക് ശുശ്രൂഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ മഹത്വം ഇറങ്ങി. ഹല്ലേലൂയ. ദാറ്റ് ഈസ് പെന്തിക്കോസ്റ്റ്. ഹല്ലേലൂയ. അതാണ് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. പെന്തിക്കോസ്റ്റ് നാൾ വന്നപ്പോൾ അവരെല്ലാം ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ കൂടിയിരുന്നവരുടെ മേൽ ആത്മാവിൻ്റെ സാന്നിധ്യം ഇറങ്ങി വ്യാപരിച്ചു. ചേർന്ന ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. മഹത്വം, സ്പർശിക്കത്തക്ക മഹത്വം, ദർശിക്കത്തക്ക മഹത്വം ഒക്കെ ഈ ദിവസങ്ങളിൽ നമ്മിൽ വെളിപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആലയം മഹത്വം കൊണ്ട് നിറഞ്ഞു. നാമും പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ മഹത്വം കൊണ്ട് നിറയണം. Hallelujah. ചേർന്ന് സ്തോത്രം ചെയ്യാം. I mean, you know, God wants us to be the carriers of God's presence and glory. നാം ദൈവത്തിൻ്റെ മഹത്വം വഹിക്കുന്നവരാകണമെന്ന് നാം ദൈവം ആഗ്രഹിക്കുന്നത്. പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ പെട്ടകമുണ്ടായിരുന്നു. ഈ പെട്ടകത്തിൻ്റെ പുറമൂടിയാണ് കൃപാസനം. ആ കൃപാസനത്തിൽ വിരിക്കപ്പെട്ട ചിറകുമായി നിൽക്കുന്ന അടിപ്പുപണിയായി തങ്കം കൊണ്ട് പണിതതായ കെരൂബുകളുടെ മധ്യത്തിലാണ് ദൈവത്തിൻ്റെ മഹത്വം ആവസിച്ചു കൊണ്ടിരുന്നത്. ഇതുപോലെ പുതിയ നിയമത്തിൽ നാം ദൈവത്തിൻ്റെ മന്ദിരം, നാം ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ എന്നാണ് കൊരിന്ത്യ സഭയോട് പൗലോസ് ചോദിക്കുന്നത്. ഹല്ലേലൂയ. ദൈവകൃപയിൽ കടന്നു വന്ന കൊരിന്ത്യ പട്ടണത്തിൽ ഒരിക്കൽ പൗലോസ് മടുത്ത് ശുശ്രൂഷ വിട്ട് പോകാൻ തീരുമാനിച്ചതാണ്. ഹല്ലേലൂയ. പിന്മാറിപ്പോയെന്നല്ല, ആ പട്ടണത്തിലെ സുവിശേഷ പ്രവർത്തനം വൈൻഡപ്പ് ചെയ്ത് മറ്റൊരിടത്തേക്ക് സ്വിച്ച് ഓവർ ചെയ്യാൻ വേണ്ടി താൻ ചിന്തിക്കുന്ന വേളയിൽ അന്ന് രാത്രി കർത്താവ് പൗലോസിനോട് സംസാരിച്ചു. പൗലോസേ, ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട്. ചേർന്ന് സ്തോത്രം ചെയ്യാം. ആ ഒരു ദൈവപ്രത്യക്ഷത ഇടപെടിയിൽ എൻകൗണ്ടർ ഉണ്ടായില്ലായിരുന്നെങ്കിൽ കൊരിന്ത്യ സഭ ഉണ്ടാകത്തില്ലായിരുന്നു. 2 കൊരിന്ത്യ ലേഖനങ്ങൾ ഉണ്ടാകത്തില്ലായിരുന്നു. കൃപാവരത്തെക്കുറിച്ചുള്ള ലേഖനങ്ങൾ നമുക്ക് ലഭിക്കത്തില്ലായിരുന്നു. ഒരു സ്തോത്രം പറയാൻ പറ്റുമോ? എത്രയോ സന്ദർഭങ്ങളിൽ ദൈവദാസന്മാർ മടുത്ത് മതി, ഇതിനപ്പുറം ഒന്നുമില്ലെന്ന് ചിന്തിക്കുമ്പോൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, എൻ്റെ വഴികൾ നിന്റെ വഴികളല്ല, എൻ്റെ വിചാരങ്ങൾ നിന്റെ വിചാരങ്ങളുമല്ല. There is something beyond this. Hallelujah. ഇതിനപ്പുറം ചിലത് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്?
ജിബ്രാൾട്ടറിന് അപ്പുറം ഒന്നുമില്ലെന്ന് ചിന്തിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. എന്നാൽ ചില നാവികന്മാർ തെളിയിച്ചു ഇതിനപ്പുറത്തും ചിലതുണ്ടെന്ന്. ചേർന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്നു, നിരാശയുടെ ജിബ്രാൾട്ടറുകൾക്ക് അപ്പുറത്തൊന്നുമില്ലെന്ന് ചിന്തിക്കുമ്പോൾ അല്ല, ദൈവം പറയുന്നു ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ആത്മാക്കളുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ആത്മാക്കളുണ്ട്. ജാതീയത്വങ്ങളെയും അന്ധകാരങ്ങളെയും പൈശാചിക മണ്ഡലങ്ങളെയും ശാസിച്ചുകൊണ്ട് ദൈവത്തിന്റെ അഗ്നി കാട്ടുതീ കത്തി പടരുന്നത് പോലെ കയറുന്ന ഒരു കാലം മുമ്പിലുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഇടപെടുകയാണ്. Hallelujah. The revival glory will be reignited again. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഉണർവിന്റെ തീയെ കത്തിക്കുന്ന നാളുകൾ മുമ്പിലുണ്ട്. ഇന്ന് പകൽ പ്രാപിക്കുക യേശുവിന്റെ നാമത്തിൽ. ആത്മാവിന്റെ തീയെ ഏറ്റെടുക്കാൻ ദൈവാത്മാവ് ഇടപെടുകയാണ്. ചുടബല ധരമന രഗജന രഗജന അധരവ ഗരഗജന ദിനികടക ശബലധരമന ഘടക ദുരബലധരമന ഘടക ശബലധരമന. Come on, receive the fire of God in the name of Jesus. സാഖാകാരബ സെതോലോറിയ രാംധനേറിയ റബസ്കമാനിയ പ്രവചന മദന ഘടക അധരമനഗജനാരിയ. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഓറാബല ഹംദന ദീപല ഗൗഡ പ്രവചന ദിബദ്ധന രഗജന രഗടഗജന ദിഗദ്ധന പ്രവചന ദിഗരഗരഗരഗരഗരഗര ചേർന്ന കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. ഒരു വലിയ മഴയുടെ മുഴക്കമുണ്ടെന്ന് ദൈവാത്മാവ് പറയുന്നു. ഇപ്പം നിങ്ങൾ നോക്കുമൊന്നും കാണുന്നില്ല. ഏലിയ പ്രവാചകൻ കർമ്മേലിന് മുകളിൽ തീ ഇറക്കിയതിന് ശേഷം നമുക്കറിയാം, മുഴങ്കാലിനിടയിൽ തലയിട്ട് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. Hallelujah. The situation was very discouraging. ബാല്യക്കാരനോട് പറഞ്ഞു, നീ ഒന്ന് പോയി നോക്കിക്കേ, മഴ പെയ്യുമെന്നൊരു വാക്തത്വമുണ്ട്. മഴ പെയ്യുമെന്ന ദൈവാത്മാവ് പറയുന്നത്. നീ പോയി ആ ചക്രവാള സീമകളിലേക്ക് നോക്കിയാട്ടെ. അവൻ കടലിലേക്ക് ചെന്ന് നോക്കുകയാണ്. കടലിലേക്ക് നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല. ഒന്നാം പ്രാവശ്യം പ്രവാചകൻ വീണ്ടും പ്രാർത്ഥിച്ചു. പിന്നെ നെഗറ്റീവ് റിപ്പോർട്ടുമായിട്ടാണ് വരുന്നത്. ഈ പറയുന്ന പോലെ ഉണർവൊന്നും കാണുന്നില്ല, ഒന്നും സംഭവിക്കുമെന്ന് തോന്നുന്നില്ല. വിടുതൽ ഉണ്ടെന്ന് ദൂതുണ്ട്, പക്ഷേ ഒന്നും ഇൻ ദ ആക്ച്വൽ നത്തിങ് ഇസ് ഹാപ്പനിങ്. വീണ്ടും പ്രാർത്ഥിച്ചു. എങ്ങനെയാണ് ഏലിയാവ് പ്രാർത്ഥിച്ചത്? ഏലിയാവിൻ്റെ പ്രാർത്ഥനയുടെ ബോഡി പോസ്ചർ നിങ്ങൾ മനസ്സിലാക്കണം. മുഴങ്കാലിനിടയിൽ തലയിട്ട്. നിങ്ങളിൽ എത്ര പേർക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും? എന്നെ കൊണ്ട് പറ്റത്തില്ല, ഈ വയറൊക്കെ കാരണം. ഇന്ന് നമുക്കൊക്കെ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഗർഭസ്ഥ ശിശുവിനെ പോലെ ഏലിയാവ് പ്രാർത്ഥിക്കുക ദൈവസന്നിധിയിൽ. ദാറ്റ് ഈസ് കോൾഡ് ട്രാവലിംഗ് ഇൻ ദി സ്പിരിറ്റ്. ഞാൻ നിങ്ങളെക്കുറിച്ച് പ്രസവവേദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ എന്ന് പൗലോസ് പറയുന്നു. പ്രാർത്ഥനയുടെ ആഴമെന്ന് പറയുന്നത് ട്രാവലിംഗ് ഇൻ ദി സ്പിരിറ്റ് ആണ്. ഒഴുക്കം മട്ടി പ്രാർത്ഥിച്ച ദൈവം ഇറങ്ങി വരത്തില്ല. നിന്റെ ഹൃദയധമനികൾ തകരുന്ന നിലയിൽ ആത്മനൊമ്പരത്തോടെ നീ പ്രാർത്ഥിക്കുമ്പോഴാണ് സ്തോത്രം ഹല്ലേലൂയ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം വെളിപ്പെടും. എത്രവർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും? ഹല്ലേലൂയ. നിന്റെ ഹൃദയധമനികൾ തകരുന്നത് പോലെ. വേദപുസ്തക ചരിത്രത്തിലെ ഏറ്റവും ശക്തിമത്തായ പ്രാർത്ഥന എന്ന് പറയുന്നത് ഹല്ലേലൂയ യേശു കർത്താവിൻ്റെ ഗത്സമനയിലെ പ്രാർത്ഥനയാണ്. ഗത്സമനയിലെ പ്രാർത്ഥന. യേശു കർത്താവ് എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? നമ്മളിങ്ങനെ വായിക്കുന്നു, അവൻ്റെ വിയർപ്പ് തുള്ളികൾ നിലത്ത് വീഴുന്ന ചോരത്തുള്ളികൾ പോലെയായി. He was sweating blood when he traveled in the spirit. യേശു ഹെമാട്രിഡ്രോസിസ് എന്നുള്ള പദമാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു താങ്ക് യു. ഏറ്റവും വലിയ മാനസിക പിരിമുറുക്കം മനുഷ്യവർഗത്തിന് വേണ്ടി യേശു കർത്താവ് പ്രാർത്ഥിച്ചത് എങ്ങനെയാ? മാനസിക പിരിമുറുക്കത്തോടെ. എന്ന് പറഞ്ഞാൽ അത്ര
ശക്തമായൊരു പ്രാർത്ഥന. യേശുവിൻ്റെ ഈ രോമകൂപങ്ങൾക്കടിയിലുള്ള ചെറിയ കൊച്ചു നേർവുകൾ നമുക്കൊക്കെ ഉണ്ട്, അതെല്ലാം റപ്ചേർഡായി. രക്തം അത് പൊട്ടിയിട്ട് രക്തം പ്രഷർ കൂടി എന്ന് പറയുന്നത് നമ്മൾ. അപ്പോൾ യേശു അങ്ങനെയാണ് പ്രാർത്ഥിച്ചത്. ഇപ്പോൾ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എങ്ങനെയാ? പ്രസവവേദന പോലെ, ഒരു അമ്മയുടെ പ്രസവവേദന പോലെ. അനേക അസ്ഥികൾ നുറുങ്ങുന്ന വേദനയാണ് പ്രസവവേദനയെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പറയും സുഖപ്രസവമായിരുന്നു അല്ലേ? അതത്ര സുഖമൊന്നും അല്ലെന്ന് കേട്ടിട്ടുണ്ട്. നമ്മുടെ സഹോദരിമാരോട്, അമ്മച്ചിമാരോട്, ഭാര്യമാരോട് ചോദിച്ചാൽ അവർ പറയും സുഖപ്രസവം എന്ന് പറഞ്ഞാൽ അത്ര സുഖമല്ല. അപ്പം കൊരിന്തിലൊരു സഭയുണ്ടാകുവാൻ, അവർ ക്രിസ്തുവിൽ തികഞ്ഞവരാകുവാൻ പൗലോസ് പോരാടി പ്രാർത്ഥിച്ചപ്പോൾ അതിന് പറയുന്നതാണ് ആത്മാവിൻ്റെ പ്രസവ വേദന. ചേർന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. നമ്മൾ പറയുന്നത് എന്താ പാസ്റ്റർ ഉണർവുണ്ടാകട്ടെ, അത് നമുക്ക് അഭിപ്രായം പറയാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ അങ്ങോട്ട് ചോദിക്കും, ആര് ചോദിക്കും, ഇങ്ങോട്ട് ചോദിക്കും. പക്ഷേ ഇതുപോലെ പ്രസവവേദനയോട് പ്രാർത്ഥിക്കുന്ന ചിലർ എഴുന്നേറ്റാൽ ഉണർവ് അനിവാര്യമാണെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. Revival is inevitable. Is there somebody to travel in the spirit? Are you ready to stand in the gap and pray? Persevere in prayer. പ്രാർത്ഥനയിൽ പോരാടണം. Persevere in prayer. പ്രാർത്ഥനയിൽ പോരാടണം. ചേർന്ന് സ്തോത്രം ചെയ്യാം. പ്രാർത്ഥനയിൽ പോരാടണം. അങ്ങനത്തെ ഒത്തിരി ദൈവമക്കളും ദൈവദാസന്മാരും ഒരു കാലത്തുണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ലെന്നല്ല. അതിനുവേണ്ടി നമ്മൾ വേറിട്ടിരിക്കണം. തിരക്കുകൾ മാറ്റിവെക്കണം. സ്വർഗത്തെ ഭൂമിയിൽ പിടിച്ചിറക്കുന്നൊരു പ്രാർത്ഥന. യാക്കോബിന്റെ പ്രാർത്ഥനയെക്കുറിച്ച്, ഉൽപ്പത്തി പുസ്തകത്തിലെ പ്രാർത്ഥനയെക്കുറിച്ച് നമുക്കറിയാമല്ലോ. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. രാത്രി മുഴുവനും പോരാടി പ്രാർത്ഥിക്കുക. ദൈവത്തിന് സ്തോത്രം. ഹാവ് യു എവർ റെസിൽഡ് ഇൻ പ്രേയർ? പ്രാർത്ഥനയിൽ എങ്ങനെ പോരാടിയിട്ടുണ്ടോ? പിശാചുമായിട്ടല്ല, ദൈവവുമായിട്ട്. രാജ്യത്തിൻ്റെ ഭാഗധേയങ്ങൾ മാറ്റും, തലമുറയുടെ ഭാഗധേയങ്ങളെ മാറ്റും. You can change the destiny of nations if you can wrestle in prayer like Jacob. യാക്കോബിനെ പോലെ പ്രാർത്ഥിക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ രാജ്യത്തിന്റെ ഭാഗധേയം മാറും. ചേർന്ന് സ്തോത്രം ചെയ്യാം. ഓ ഹല്ലേലൂയ. കൊറിയൻ ഉണർവിന്റെ കാരണമെന്ന് പറയുന്ന പ്രാർത്ഥനയാണ്. If you trace down any revival, you can trace down a kneeling figure എന്ന് പറയും. ഏത് ഉണർവിനെ കുറിച്ചും നീ ഒരു റിസർച്ച് നടത്തിയാൽ അതിൻ്റെ അവസാനം, അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് മുഴങ്കാലിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ചേർന്ന കർത്താവിനെ സ്തോത്രം ചെയ്യാം. രണ്ട് ദിനവൃത്താന്ത 20-ാം അധ്യായത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്, യഹോശാഫാത്ത് യഹോവയെ അന്വേഷിക്കാൻ പുറപ്പെട്ടു. ഒരു പ്രതികൂലം തന്റെ മുമ്പിൽ നിൽക്കുക. മോവാബിരും അമോന്യരും മെയൂന്യരും 3 രാജ്യങ്ങളുടെ കോയലീഷൻ ആർമി അവര് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാൻ, യഹൂദയെ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുകയാണ്. They come with all preparations, all the weaponry. They are armed to the teeth, fully equipped. They are bent on defeating and conquering this nation, Judah. Judah was not that much powerful. അത്ര വലിയ ശക്തിയൊന്നും യൂദായിക്കില്ലായിരുന്നു, യഹൂദയ്ക്കില്ലായിരുന്നു. പക്ഷേ യഹോശാഫാത്ത് ഒരു കാര്യം ചെയ്തു. ഹല്ലേലൂയ. ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ നീയല്ലാതെ ആരാ ഉള്ളതല്ലേ? സ്തോത്രം. യഹോശാഫാത്ത് പറഞ്ഞതല്ല, പക്ഷേ യഹോശാഫാത്ത് ദൈവത്തെ അന്വേഷിച്ചു. വലിയ പിടുത്തം പിടിച്ചു. നമ്മൾ പറയത്തില്ലേ, അതിന് മുകളിൽ നമുക്ക് DGPയെ പിടിക്കണം. ഹല്ലേലൂയ. ഒരു പ്രശ്നം ഉണ്ടായാൽ നമ്മൾ പറയും, മറ്റേ കൂട്ടർ ഇപ്പം DYSPയെ പിടിച്ചിരിക്കും, നമുക്ക് DGPയെ പിടിക്കാം. ഒരു സ്തോത്രം എന്ന് പറഞ്ഞാട്ടെ. ഇന്ന് പകൽക്കാലം നീ ഉന്നതങ്ങളിൽ നിനക്ക് സ്വാധീനമുണ്ടെങ്കിൽ, ഉന്നതന് മീതെ ഒരു ഉന്നതനും അതിൻ്റെ മീതെ അത്യുന്നതനും, അത്യുന്നതനെ കയറി പിടിച്ചാൽ നിന്റെ വിഷയത്തിന് പരിഹാരമാണ്. ഭാരതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. ഇതിൻ്റെ എല്ലാം മുകളിലിരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി നീ കൊണ്ടുവരണം. സഭയുടെ പ്രാർത്ഥനയാണ്, സഭയുടെ ശ്രദ്ധയോടെയുള്ള പ്രാർത്ഥന, നീതിമാന്റെ ശ്രദ്ധയോടെയുള്ള പ്രാർത്ഥന. യാക്കോബ് 5-ൽ യാക്കോബ് പറയുകയാണ്, നീതിമാന്റെ ശ്രദ്ധയോടെയുള്ള പ്രാർത്ഥന. The fervent prayer of a righteous man is effective.
ഫോവൻ പ്രയർ എന്ന ഉദാസീന പ്രാർത്ഥനയല്ല, ഒക്കുന്നെങ്കിൽ ഒക്കട്ടെന്നുള്ള പ്രാർത്ഥനയല്ല. കർത്താവെ ഉണർവയക്കണമേ. 500 കൂട്ടം പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ കർത്താവ് ഉണർവും കൂടെ അങ്ങ് അയച്ചേക്കണേ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ജോലിയുടെ വിഷയം, വിസായുടെ പ്രശ്നം, ഹല്ലേലൂയ, നമ്മുടെ സാമ്പത്തിക പ്രശ്നം, നമ്മുടെ രോഗത്തിൻ്റെ പ്രശ്നം, അതൊന്നും പ്രാർത്ഥിക്കേണ്ടെന്നല്ല. ഇതെല്ലാം ദൈവത്തിന് ഇമ്പോർട്ടൻ്റ് ആയ വിഷയങ്ങളാണ്. പക്ഷേ എന്നാൽ നമ്മുടെ പ്രയോറിറ്റി ചേഞ്ച് ചെയ്തിട്ട് ദൈവത്തോട് പറയുക, കർത്താവേ നീ ഉണർവിനെ അയക്കണമേ. ആരങ്ങനെ പ്രാർത്ഥിക്കും? ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനയാണ് ഉണർവിൻ്റെ താക്കോൽ എന്ന് പറയുന്നത്. ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രാർത്ഥനയാണ് ഉണർവിൻ്റെ താക്കോൽ. പ്രയർ ഇസ് ദ കീ ടു റിവൈവൽ എന്ന് ദൈവാത്മാവ് ഇന്ന് പകൽ ഓർപ്പിക്കുകയാണ്. ആകയാൽ ഈ സെറ്റ് ചെയ്തിരിക്കുന്ന ഉപവാസ പ്രാർത്ഥന ഒരു വലിയ ദൈവപ്രവൃത്തിക്ക് കാരണമായി തീരുന്ന ഒന്നാണ്. നിങ്ങൾ എത്രത്തോളം ഒരുക്കത്തോടെ ഇരിക്കുന്നുവോ ദൈവപ്രവൃത്തി ഇതിനകത്ത് വെളിപ്പെടാൻ പോവുകയാണ്. നമ്മൾ ചിന്തിച്ചു വന്നത് ഏലിയാവിൻ്റെ പ്രാർത്ഥനയാണ്. ഏലിയാവ് മുഴങ്കാലിനിടയിൽ തലയിട്ട് വേദനയോടെ പ്രാർത്ഥിക്കുക, കർത്താവേ അടഞ്ഞ ആകാശം തുറക്കണമേ. ഇത് അടച്ചിട്ട് പോയത് ഏലിയാവാ. എന്നാൽ ഏലിയാവിനെ അങ്ങ് പറഞ്ഞാൽ പോരെ, ഞാൻ അടച്ചത് യേശുവിൻ നാമത്തിൽ തുറക്കും നമ്മൾ പറയുന്ന പോലെ തുറക്കട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇല്ല, അതിനൊരു വില നീ പിന്നെയും കൊടുത്തേ മതിയാവൂ. ഓർത്തോണം, ഈ മനുഷ്യൻ കഴിഞ്ഞ 3-3.5 വർഷമായിട്ട് ദൈവസന്നിധിയിൽ രഹസ്യമായി പ്രാർത്ഥിക്കുക, കെരീത്തിയിലും സരഫാത്തിലുമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ടാണ് അദ്ദേഹം കർമ്മേലിൻ്റെ കൊടുമുടിയുടെ മുകളിൽ കർമാരാധനയെ നിർത്തേണ്ടതിനായി ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചത്. ഏലിയാവ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ തീ ഇറങ്ങി എന്ന് നമ്മൾ വായിക്കുന്നു. ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ തീ ഇറങ്ങിയെന്ന് നമ്മൾ വായിക്കുന്നു. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഈ ദിവസങ്ങളിൽ നാം പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ തീ ഇറങ്ങണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിക്കാം. റാഖബലരമന ശബലധരമന ചുടബലധരമന ഘടക റിബലധരമന ഘടക ശബലധരമന ഗജന ദിനിഘടക റാഥാലമ തെക്കേരേ Holy Spirit move, Lord. Rento loco bobo seke. Oh, Tave. Holy Spirit move, Lord. Pour out your Spirit, Lord. Pour out your Spirit, Lord. Pour out your Spirit, Lord. In the mighty name of Jesus. Hallelujah. സ്തോത്രം. ഒന്ന് തീയിറക്കാൻ നമ്മൾ പറയും, കർമ്മേലിൻ്റെ കൊടുമുടിയുടെ മുകളിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് പ്രയറാണ് ഏലിയാവ് പ്രാർത്ഥിച്ചല്ലേ. സ്തോത്രം. ഹല്ലേലൂയ. അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവേ, നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ ചെയ്യുന്ന നിന്റെ കൽപ്പനയാലെന്നും ഈ ജനം അറിയേണ്ടതിന് തീ കൊണ്ട് ഉത്തരമല്ലണമേ. വെരി ബ്രീഫ് ആൻഡ് ടു ദ പോയിന്റ് പ്രയർ. വളരെ ചെറിയൊരു പ്രാർത്ഥന, പക്ഷെ അതിൻ്റെ പിന്നിൽ 3.5 വർഷത്തെ പ്രാർത്ഥനയുണ്ടായിരുന്നു. ഒരു സ്തോത്രം പറഞ്ഞേ. നിന്റെ രഹസ്യ പ്രാർത്ഥന നീണ്ടതും നിന്റെ പരസ്യ പ്രാർത്ഥന ചെറുതുമായിരിക്കട്ടെ എന്നാണ്. ഒരു സ്തോത്രം പറയാം. ചിലരുള്ള സങ്കടം എല്ലാം തീർക്കാൻ വീട്ടിലിരുന്നോ പ്രാർത്ഥിക്കാൻ പറ്റിയില്ല, പിന്നെ കിട്ടുന്ന ചാൻസിന് ഉപവാസ പ്രാർത്ഥനയ്ക്കും സഭായോഗത്തിനൊക്കെ നീട്ടി അങ്ങ് പ്രാർത്ഥിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഒരിക്കലും ദൈവദാസൻ പറഞ്ഞു, ആമേൻ, നീ പരസ്യമായി പ്രാർത്ഥിക്കുമ്പോൾ ചെറുതായിട്ട് പ്രാർത്ഥിക്കണം. ഒരുപാട് നീട്ടി പ്രാർത്ഥിക്കും, നീട്ടി കുറച്ചൊക്കെ വിഷയങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നീ നീട്ടി പ്രാർത്ഥിച്ചാലുള്ള കുഴപ്പം, ആദ്യത്തെ മിനിറ്റിൽ എല്ലാവരും നിൻ്റെ കൂടെ പ്രാർത്ഥിക്കും, 2ാമത്തെ മിനിറ്റിൽ എല്ലാവരും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും, 3ാമത്തെ മിനിറ്റിൽ നിനക്കെതിരെ പ്രാർത്ഥിക്കുമെന്ന്. മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നീണ്ടുപോകുമ്പോഴത്തേനും നിർത്താൻ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കാൻ ഇടവരരുത്. രഹസ്യമായ പ്രാർത്ഥന ആഴത്തിലുള്ളതായിരിക്കണം. ചേർന്ന് സ്തോത്രം ചെയ്യാം. രഹസ്യമായ പ്രാർത്ഥന ആഴമേറിയതായിരിക്കണം. മണിക്കൂറുകൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? കൊറിയയിലെ ഉണർവിൻ്റെ കാരണം പ്രാർത്ഥനയാണ്. ദൈവം ഉപയോഗിക്കുന്ന ദൈവദാസന്മാർ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നവരാണ്. പോൾ യോങ്കിച്ചോയുടെ പ്രത്യേകത, അദ്ദേഹത്തിന് പ്രസംഗം കേട്ടാൽ നമുക്ക് കേരളത്തിലെ ദൈവദാസന്മാർ പ്രസംഗിക്കുന്ന പോലെ ഒന്നും വലിയ സംഭവം നമുക്ക് തോന്നത്തില്ല. പക്ഷേ അദ്ദേഹം 5-6 മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അതാണ് കൊറിയയുടെ ഉണർവിലേക്ക് നയിക്കാൻ അദ്ദേഹത്തിന് മാത്രമല്ല, അതുപോലെ ദൈവമക്കൾ സഭയിൽ വന്ന് നിങ്ങൾ മനസ്സിലാക്കണം, ഈ കൊറിയയിലെ റിവൈവലിന് കാരണം പ്രാർത്ഥനയായിരുന്നു. അതിരാവിലെ അവർ ജോലിക്ക് പോകുന്നതിന് മുമ്പേ ചർച്ചിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടേ പോകത്തുള്ളൂ. എല്ലാ ദിവസവും, വല്ലപ്പോഴും അല്ല, എല്ലാ ദിവസവും അധികാലത്ത് ഏർലി മോർണിംഗ് വന്നിട്ട് 5 മണി അങ്ങനെയൊക്കെയുള്ള സമയത്ത് രാവിലെ വന്നവർ അധികാലത്തെ പ്രാർത്ഥിക്കും. കോടമഞ്ഞ് പെയ്യുന്ന തണുത്ത ദിവസങ്ങളിലും അവർ വന്ന് പ്രാർത്ഥിക്കും. ഒരു സ്തോത്രം എന്ന് പറഞ്ഞേ.
ഹല്ലേലൂയ. വില കൊടുക്കാതെ ഒരിടത്തും ഉണർവുണ്ടായിട്ടില്ല പ്രിയമുള്ളവരെ. എത്രയോ നാളുകളായി 1950-കളിൽ ആരംഭിച്ച ഉണർവാണ്. അസാധാരണമായ ചർച്ച് ഗ്രോത്തിന് കാരണമായി. ജനം വന്ന് കയറുകയാണ്. ഹല്ലേലൂയ. പ്രസംഗത്തിൻ്റെ വൈശിഷ്ട്യങ്ങളല്ല, പ്രാർത്ഥനയുടെ, കണ്ണുനീരിൻ്റെ, വിശ്വാസത്തിൻ്റെ ശക്തിയാണത്. പ്രസംഗം മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു സ്തോത്രം എന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ച് സ്വർഗത്തെ ഭൂമിയിൽ കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ അസാധാരണമായ കാര്യങ്ങൾ നമ്മുടെ സഭയിലും നമ്മുടെ സഭയിൽ കൂടി പട്ടണത്തിലും സംഭവിക്കാൻ പോവുകയാണ്. ചലനങ്ങൾ സൃഷ്ടിക്കാനാണ് ദൈവം നമ്മളെ കൊണ്ടുവന്ന്. ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. You are called to shake the city for Jesus. How many of you believe that? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. നിങ്ങളുടെ മേലുള്ള വിളി, that is your mandate. നിങ്ങളുടെ മേലുള്ള ദൈവത്തിന് വിളി എന്ന് പറയുന്നത് സിറ്റിയെ കുലുക്കാൻ, നേഷൻസിനെ കുലുക്കാനാണ്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഇന്തോനേഷ്യയിൽ ഉണർവുണ്ടായി. മെൽറ്റാരിയുടെ ലൈക്ക് എ മൈറ്റി വിൻഡ് എന്നുള്ള പുസ്തകം ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചിട്ടുണ്ട്. മെൽറ്റാരി എന്ന് പറയുന്ന മനുഷ്യൻ ഇന്തോനേഷ്യയിലെ ഉണർവിൻ്റെ ഒരു ഭാഗമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അവിടെ വലിയ ഉണർവ്. മുസ്ലിം രാജ്യമാണ് നമുക്കറിയാം. അതിൻ്റെ ചില ഭാഗങ്ങളിൽ ഭയങ്കര ഉണർവുണ്ടായി. അസാധാരണ ദൈവപ്രവൃത്തി ഉണ്ടായി. നിങ്ങൾക്കറിയാമോ, പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന ഒട്ടുമുക്കാൽ അത്ഭുതങ്ങളും ഇന്തോനേഷ്യയിൽ നടന്നു. അതായത് കര കവിഞ്ഞൊഴുകുന്ന വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടന്ന അനുഭവങ്ങൾ, നദിയുടെ മുകളിൽ കൂടെ നടന്ന അനുഭവങ്ങൾ, പച്ചവെള്ളത്തെ പ്രാർത്ഥിച്ച് വീഞ്ഞാക്കിയ അനുഭവങ്ങൾ സാഹചര്യം കൊണ്ട് ചെയ്തതാണ്. മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ധാരാളം അനുഭവങ്ങൾ. മരിച്ച വീടുകളിൽ ചെന്നിട്ട് അവർ പ്രാർത്ഥിക്കും, കർത്താവ് ഈ മനുഷ്യനെ കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി തീർന്നോ? ഇല്ലെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കും, യേശുവിൻ നാമത്തിൽ എഴുന്നേറ്റ് വരാൻ പറയും. എഴുന്നേറ്റ് വരും. ഒരു സ്തോത്രം എന്ന് പറഞ്ഞേ. നമ്മൾ ഏത് നിലയിലെ കാര്യങ്ങളെ കാണുന്നത്, നമ്മുടെ വിശ്വാസം എവിടെ പോയി, നമ്മുടെ പ്രാർത്ഥനയുടെ തീ എവിടെ പോയി? തിരിച്ചു പിടിക്കാൻ ദൈവാത്മാവ് ഇടപെടുകയാണ്. Hallelujah. God wants you to reignite the fire today. ഇന്ന് പകൽ അഗ്നിയെ തിരിച്ചു പിടിക്കാൻ ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. What is your expectation? Only that will happen in your life. That is faith. Faith എന്ന് പറയുന്നത് പ്രതീക്ഷയാണ്. എന്നാ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഒരു പ്രാർത്ഥന, 2-3 പേര് പ്രാർത്ഥിക്കും, നമ്മൾ 2-3 പാട്ട് പാടും, കൈയടിക്കും, ആരാധിക്കും, ഒരു പ്രസംഗകൻ കാണും എന്നുള്ളൊരു രീതിയിലേക്ക് നമ്മൾ പോയാൽ റിവൈവൽ ഹാസ് ഡൈഡ് ഡൗൺ. പ്രതീക്ഷിക്കാൻ കഴിയാത്ത നിലയിൽ അൺപ്രഡിക്റ്റബിൾ മൂവ് സംഭവിക്കണം. ചേർന്ന് സ്തോത്രം ചെയ്യാം. ഹോളി സ്പിരിറ്റ് ടേക്ക് ഓവർ ചെയ്യണം നമ്മളെ. ഒരു സ്തോത്രം എന്ന് പറഞ്ഞ് പ്രസംഗവനും സംഘാടകർക്കും വിശ്വാസികൾക്കും എന്താ ഇന്ന് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ലാത്ത നിലയിൽ പരിശുദ്ധാത്മാവിൻ്റെ ചലനമുണ്ടാകണം. ഉണർവുണ്ടായ കാലങ്ങളിലെല്ലാം അങ്ങനെയായിരുന്നു. നമ്മൾ കുറച്ചുകൂടെ ഓർഗനൈസ്ഡായി, എല്ലാം സിസ്റ്റമാറ്റിക്കായി. അത് നല്ലതാണ്. പക്ഷേ പരിശുദ്ധാത്മാവിന് അപ്പുറത്തേക്ക് മൂവ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. ഒരു സ്തോത്രം എന്ന് പറഞ്ഞാട്ടെ. റകബല റമന സിയാതുരാമന സഹധന പ്രവചന ദിഗല ജഗന രഗടക ജനദന ഘടകസിയ. സ്തോത്രം. അപ്പോൾ ഇന്തോനേഷ്യയിലെ ഉണർവിനെ കുറിച്ചാണല്ലോ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. മെൽറ്റാരി അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. കൊടുങ്കാറ്റ് പോലെ, ലൈക്ക് എ മൈറ്റി വിൻഡ് എന്ന പുസ്തകത്തിന് തലക്കെട്ട്. ദൈവത്തിന് സ്തോത്രം. സാധ്യമാണ്. ഇന്നും മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ. ഇന്നും മഹാരോഗ സൗഖ്യങ്ങൾ നടക്കുന്നുണ്ട്. സ്തോത്രം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ സഭയിൽ പാലാരിവട്ടത്ത് ധാരാളം സൗഖ്യങ്ങൾ നടക്കാറുണ്ട്. ധാരാളം സൗഖ്യങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ന്യൂയോർക്കിൽ നിന്നൊരു അപ്പച്ചൻ, അദ്ദേഹം വടക്കേ ഇന്ത്യയിൽ എല്ലാ വർഷവും വന്ന്, മലയാളിയാണ്, റിട്ടയർഡ് ഗൈ ആണ്, റിട്ടയർഡ് പേഴ്സണലാണ്. അദ്ദേഹം വടക്കേ ഇന്ത്യയിൽ ഇവിടെ കേരളത്തിൽ വന്നിട്ട് വടക്കേ ഇന്ത്യയിൽ പോയി, കർണാടകയിൽ പോയി ഒക്കെ സുവിശേഷ പ്രസംഗം നടത്തും. 1-2 മാസം അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ കേരളത്തിൽ വന്നപ്പോൾ കാലൊന്നും മടിഞ്ഞു, കോഴഞ്ചേരി വെച്ച് കാലിൻ്റെ അസ്ഥി പൊട്ടി, ഹെയർലൈൻ ഫ്രാക്ചറാണ്. അങ്ങനെ ഇരിക്കും വലിയ കാസ്റ്റൊക്കെ ഇട്ട്, പ്ലാസ്റ്ററൊക്കെ ഇട്ടുന്ന പോലെ വലിയ ബൂട്ട് അങ്ങനത്തെ ഇട്ട്, പ്ലാസ്റ്റർ ഇട്ട് അദ്ദേഹം ഇരിക്കുക. ഒരു ദിവസം അദ്ദേഹം തീരുമാനിച്ച് ഞങ്ങളുടെ ചർച്ചിൽ ആരാധനയ്ക്ക് വരാൻ. കാരണം ആരാധന മുടക്കുന്ന അദ്ദേഹത്തിന് ഇഷ്ടമല്ല. അങ്ങനെ വന്ന് കുറേ സ്റ്റെപ്പുകളുണ്ട് ഞങ്ങളുടെ ചർച്ചിലേക്ക്. ആ സ്റ്റെപ്പൊക്കെ കയറി കൂളായിട്ട് അദ്ദേഹം വന്നു. വടിയൊക്കെ പിടിച്ച് ബുദ്ധിമുട്ടിയാണെങ്കിൽ കയറി വന്നു. അന്നത്തെ ആരാധനയിൽ പരിശുദ്ധാത്മാവ് പെട്ടെന്ന് മൂവ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു, അങ്കിൾ പരിശുദ്ധാത്മാവ് തൊടുന്നു, യു ആർ ഹീൽഡ് എന്ന് പറഞ്ഞു. കർത്താവ് സൗഖ്യമാക്കുക എന്ന് പറഞ്ഞു. അദ്ദേഹം അത് വിശ്വസിച്ചു, ഏറ്റെടുത്തു. വീട്ടിൽ പോയി അദ്ദേഹം ഈ കാസ്റ്റ് അഴിച്ചു കളഞ്ഞിട്ട് കാലെല്ലാം ചവിട്ടി കുത്തി നോക്കി, ഒരു വേദനയില്ല. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഹോസ്പിറ്റലിൽ പോയി എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു പ്രശ്നവും ഇല്ല, ഇൻസ്റ്റൻറ്റ് ഹീലിംഗ്. ഒരു സ്തോത്രം പറഞ്ഞേ.
ഞാൻ പറഞ്ഞത് ഒരു നടുവേദന മാറിയതോ വയറുവേദന മാറിയതൊന്നുമല്ല, അസ്ഥി സൗഖ്യമായതിനെ കുറിച്ചാണ് പറഞ്ഞത്. അതൊക്കെ ചെറിയ അത്ഭുതമാണ്. നമ്മുടെ ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഞാനൊരിക്കൽ മഹാരാഷ്ട്രയിലൊരു ക്രൂസൈഡിൽ പ്രസംഗിച്ചതിന് ശേഷം ഓൾട്ടർ കോൾ കൊടുക്കുമ്പോൾ ഒരു സ്ത്രീ പ്രാർത്ഥിക്കാൻ ഒത്തിരി പേര് മുമ്പോട്ട് വന്നു. അവിടെ ആ മറാഠി ആയിരിക്കുന്ന ഒരു ലേഡി കയറി വന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ പ്ലീസ് പ്രേ ഫോർ മൈ നെഫ്യൂ. ഞാൻ ചോദിച്ചു, വെർ ഇസ് ഹി? ഹീസ് അറ്റ് ഹോം. അവൻ വീട്ടിലാണ്. വാട്ട്സ് ദ ഇഷ്യൂ? ഹി ഹാസ് എ ട്യൂമർ. തനിക്കൊരു ട്യൂമർ ഉണ്ട്, പ്രാർത്ഥിക്കണം. ഞാനവിടെ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അടുത്ത ദിവസം ഓൾട്ടർ കോൾ കൊടുക്കുന്ന സമയത്ത് അനേകർ കയറി വന്നപ്പോൾ ഇവരും കയറി വന്നിട്ട് മൈക്ക് മേടിച്ചിട്ട് അവർ ബലമായിട്ട് സാക്ഷ്യം പറഞ്ഞു. ഇന്നലെ വീട്ടിലിരിക്കുന്ന എൻ്റെ നെഫ്യൂവിൻ്റെ ശരീരത്തിലെ ട്യൂമർ അപ്രത്യക്ഷമായി പ്രാർത്ഥിച്ച സമയത്ത് ഒരു സ്തോത്രം പറയാമോ? ആൾ വന്നിട്ടില്ല. അതാ നമ്മുടെ ദൈവം. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വലിയൊരു ദൈവത്തെ നമ്മൾ സേവിക്കുന്നത്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഞാൻ മറാഠികളുടെ പല മീറ്റിങ്ങുകളിൽ ചില മീറ്റിങ്ങുകളിൽ സൂക്ഷിച്ച സമയത്തുണ്ടായ അനുഭവം, ഒരിക്കലുണ്ടായ അനുഭവം ഞാൻ ഓർക്കുന്നുണ്ട്. ഇതുപോലെ ഒരു ഓഡിറ്റോറിയം, ഇത്രയും വലുതല്ല, പക്ഷെ ഒരു ഓഡിറ്റോറിയമാണ്. അതിൻ്റെ ഇതുപോലെ ആളുകൾ പ്ലാസ്റ്റിക് കസേരയിലിരിക്കുന്നു. പ്രസംഗിച്ചു, ശാന്തമായി പ്രസംഗിച്ചു. പ്രസംഗം കഴിഞ്ഞിട്ട് കണ്ണുകളടയ്ക്കാന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഞാൻ ജനത്തിനിടയിലോട്ട് ഇറങ്ങിയതും ഞാൻ നോക്കിയ ഒരു ഭയങ്കര ദൈവശക്തി വ്യാപരിച്ചു. അവിടെ ഇരിക്കുന്നവരൊക്കെ തെറിച്ചുപോയി. അതിലെ പകുതി ആൾക്കാർ ഭൂതഗ്രസ്തരായിരുന്നു. അനേകരുടെ ഭൂതം വിട്ടുപോയി. ദൈവത്തിന് സ്തോത്രം. കുത്തിയിരുന്ന് 3 ദിവസം ഉപവസിച്ച് ഭൂതത്തെ പുറത്താക്കുന്ന പരിപാടിയല്ല. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. അസാധാരണമായ തെറ്റാന്നല്ല, എന്നൊന്നും ആവശ്യമില്ല. അസാധാരണ ഉപവാസം വേണം, പ്രാർത്ഥന വേണം, നമ്മുടെ ജീവിതത്തിൽ വേണം. ദൈവമഹത്വം ഇറങ്ങിയാൽ കെട്ടുകൾ പൊട്ടിക്കാൻ ദൈവത്തിന് സെക്കൻഡുകൾ വേണ്ട. ഹല്ലേലൂയ. ഭൂതങ്ങളെ ഒത്തിരി പുറത്താക്കാനുള്ള അവസരങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. ഞാൻ ഇന്ന് പകൽ ഓർപ്പിക്കുന്നത് ഇത് ഇന്ന് സാധ്യമാണെന്നാണ് ഞാൻ പറഞ്ഞത്. അമ്മൂമ്മക്കഥയല്ല, ഇന്നലത്തെ കാര്യമല്ല, ഇന്ന് നടക്കുന്ന കാര്യമാണ്. ചേർന്ന് കരമടിച്ച് കർത്താവിനെ നന്ദി പറഞ്ഞാട്ടെ. ഇന്ന് പകൽ കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. പ്രവചന റബര ഹദര ഗജാല ഘടക അതുൽഖമന ദിബദ്ധനെ ശാബാഖാധാന സേതോലോ റോ 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 മോസികിനിയ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിനായി ഞങ്ങൾ നന്ദി കരേറ്റുകയാണ്. ഇന്ന് പകലും ചിലരെ യേശു കർത്താവ് സൗഖ്യമാക്കാൻ വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ചിലരുടെ നടുവിൻ്റെ വേദനകൾ ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ ഹീൽഡ് ആകട്ടെ. ബി ഹീൽഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ നാമത്തിൽ സൗഖ്യത്തെ കൽപ്പിക്കുന്നു. പാൻക്രിയാസിന്മേലുള്ള ബന്ധനങ്ങളെ അഴിക്കുന്നു യേശുവിൻ നാമത്തിൽ. ബി ഹീൽഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. രോഗബന്ധനങ്ങളുടെ മേൽ ജയം. അടൽമനാദന ഹസ്തനദീപല ബൗഡ സംദല രാജന വൈഡക തൂബല ബൗഡ സംദല രാജ. റീഇഗ്നൈറ്റ് ദ ഫയർ. യേശുവിൻ നാമത്തിൽ വീണ്ടും തീ കത്തട്ടെ. തുരോ ബല 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 ചുടോ ബല 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 ബല. ഹോളി സ്പിരിറ്റ് receive the healing in the name of Jesus. ചുടോ ബല 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 ചുടോ ബല 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 ബല. ആദകരാജ രാഘബലാദ രാജനവേദി ആതുരവേദ ദുർഘടരാജ വൈഡകവേദ ധീമന ബൗഡ. യൂത്ത്സിന്റെ ഇടയിൽ ഒരു റിവൈവൽ ഞാൻ ഇഗ്നൈറ്റ് ചെയ്യും. ദൈവാത്മാവ് ഇടപെടുകയാണ്. ചില ക്യാമ്പുകളൊക്കെ ദൈവം സെറ്റാക്കാൻ പോവാ. ശബലതരമന ഘടക ജീവല ഘടക ജനാര ഘടക സന്തലരക ജനര ഘടക ജന തുളവല വല 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 വല. കോളേജ് ക്യാമ്പസിലേക്ക് ഉണർവുകൾ കയറത്തക്ക നിലയിൽ പരിശുദ്ധാത്മാവ് ചിലരെ ചാർജ് ചെയ്ത് അയക്കാൻ പോവുകയാണ്. ഗിദയോൻ ആ കുറുക്കൻ്റെ വാലോട് കെട്ടിയിട്ട് തീപ്പന്തം കൊളുത്തി വിട്ടതുപോലെ, വയലുകളിലേക്ക് വിട്ടതുപോലെ ചിലതിനെ ഇവിടെ ചാർജ് ചെയ്ത് ചിലതിനെ വിടുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. ദൈവദാസനെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി തയ്യാറെടുത്തു. രാത്രികളിൽ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ചെറുപ്പക്കാരെ ഞാൻ ഇതിനകത്തുനിന്ന് എഴുന്നേൽപ്പിച്ച് കൊണ്ടുവരുമെന്ന് ദൈവാത്മാവ് പറയുന്നു. ദൈവദാസനും അവരും മാത്രം ഇരുന്നുള്ളൊരു പ്രാർത്ഥനയിലേക്ക് ആ നിലവാരങ്ങളിൽ കാര്യങ്ങളെ കർത്താവ് ക്രമീകരിക്കും. ചേർന്ന കർത്താവിനെ നന്ദി പറഞ്ഞ് ആരാധിച്ചാട്ടെ. ഹോളി സ്പിരിറ്റ്, ലോർഡ് വി ഗിവ് യു പ്രൈസ്, ലോർഡ് വി ഗിവ് യു പ്രൈസ്. ചില പൗരോഹിത്യ കുടുംബങ്ങളെ ഈ നാളുകൾ വിടുവിച്ചു കൊണ്ടുവരുവാൻ അഭിഷേകത്തിൻ്റെ ഒരു കവിഞ്ഞൊഴുക്ക് വെളിപ്പെടാൻ പോവുകയാണ്. ഒരു പുതിയ എണ്ണ എന്നെ തേപ്പിക്കുന്നെന്ന് ദാവീദ് പറഞ്ഞതുപോലെ ഒരു പുതിയ എണ്ണ ഞാൻ തേപ്പിക്കുകയാണ്. ഫാദർ ഗോഡ് റിലീസ് ദ അനോയിന്റിംഗ് ലാഖബാറാമ ശക്കേറിയാന തൂരബബബബബബ. യേശുവിന്റെ നാമത്തിൽ നട്ടലിന്റെ കശേരികൾ ഇന്ന് പകൽ സൗഖ്യമാകട്ടെ. ബി ഹീൽഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ നാമത്തിൽ വിടുതൽ കൽപ്പിക്കുന്നു. സ്പോണ്ടിലോസിസുകൾ സൗഖ്യമാകട്ടെ. കഴുത്തിന്റെ വേദനകൾ യേശുവിൻ നാമത്തിൽ മാറട്ടെ. റാഖബ സഖബറമന
ശരഥനാദിയ ലാഖബർ ഖമസിഹ തുനിയ പ്രവാദനാദനാദന. ഓ കിഡ്നി രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഡയബറ്റിക്കുകൾ സൗഖ്യമാകട്ടെ യേശുവിൻ നാമത്തിൽ. സാധകരാജ രാഘബലാദ രാജനവേദ ധീമനമൗഡ സന്തലരാജ. താങ്ക് യു ഫാദർ, വി ഗിവ് യു പ്രൈസ്, വി ഗിവ് യു പ്രൈസ്. ഹല്ലേലൂയ. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്യാം. എൻ്റെ ശൈലികൾ വ്യത്യസ്തമായിരിക്കും, അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. ഞാൻ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എനിക്ക് തന്ന വചനങ്ങളിൽ ഒന്ന് ഈ ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം. ഒരു പ്രവചനം മാത്ര വചനത്തിൽ നിന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. ജെനസിസ് 26 അതിൻ്റെ 17 വാക്യങ്ങൾ മുതൽ മുമ്പോട്ട് വായിക്കാം. ഹല്ലേലൂയ. നിങ്ങളെല്ലാം എടുത്തു കാണുമല്ലോ, നിങ്ങൾക്ക് അറിയാവുന്ന വാക്യമാണല്ലോ. തൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ കാലത്ത് കുഴിച്ചതും ഫെലിസ്ത്യർ അബ്രഹാമിൻ്റെ മരണശേഷം മൂടിക്കളഞ്ഞതുമായ കിണറുകളെ ഇസഹാക്ക് തുറന്നെടുത്തു. പിതാക്കന്മാരുടെ കാലത്ത് കുഴിച്ച ആത്മീയ ഉറവകൾ പലതും ഫെലിസ്ത്യ ശക്തികൾ മണ്ണിട്ട് മൂടിയിട്ടുണ്ട്. PMG ചർച്ചസ് അതിനെ വീണ്ടും തുറന്നെടുക്കണം. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഈ സഭയോടും പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ നാളുകളിൽ ചില ഉറവകൾ പിന്നെയും നീ തുറന്നെടുക്കണം. ഹല്ലേലൂയ. ഭാരതപ്പുഴ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഭാരതപ്പുഴ വടക്കോട്ട് യാത്ര ചെയ്താൽ, ട്രെയിനിൽ യാത്ര ചെയ്താൽ ഭാരതപ്പുഴ കാണാം. ഏറ്റവും നീളം കൂടിയ നദിയായിരുന്നു, അല്ലെ ഏറ്റവും വലിയ നദിയായിരുന്നു അല്ലേ. പക്ഷെ ഇന്ന് അത് വറ്റി വരണ്ടുണങ്ങി അതിൻ്റെ റിവർ ബെഡെല്ലാം നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. ഉരുളൻ കല്ലുകളും മണ്ണുകളും മണലാരണ്യം പോലെ ഇത് കിടക്കുകയാണ്. സ്തോത്രം. ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിച്ചു, യഹോവേ തെക്കേ നാടുകളിലെ തോടിനെ പോലെ നിന്റെ പ്രവാസികളെ മടക്കി വരുത്തണമേ. ചേർന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. തെക്കേ നാട്ടിലെ തോടെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? 126-ാം സങ്കീർത്തനത്തിലാണെന്ന് തോന്നുന്നു, അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, ലൈക്ക് എ സ്ട്രീംസ് ഇൻ ദ ഡെസേർട്ട്. The Negev was a desert. ഈ ഇസ്രായേലിൻ്റെ തെക്കുള്ളതായിരിക്കുന്ന ഭൂമിയാണ് നെഗേവ് എന്ന് പറയുന്നത്. അവിടെ ഈ കൊടും വരൾച്ചയുള്ളിടത്ത് പലപ്പോഴും വെള്ളം കാണത്തില്ല. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ വലിയ മഴ പെയ്ത് കഴിയുമ്പോൾ ആ തോടുകൾ എല്ലാം നിറഞ്ഞ് കവിഞ്ഞൊഴുകാൻ തുടങ്ങും. അത് വല്ലപ്പോഴും നടക്കുന്നൊരു പ്രതിഭാസമാണ്. അതുകൊണ്ട് താൻ പ്രാർത്ഥിക്കുകയാണ്, പ്രവാസത്തിലേക്ക് പോയ, ബാബിലോണ്യ പ്രവാസത്തിലേക്ക് പോയ പ്രവാസികളെ ഇതുപോലെ മടക്കി വരുത്തണമേ. മടക്കി വരുത്താൻ ദൈവത്തിന് കഴിയുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ കരമടിച്ചു കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം മടങ്ങി വരേണ്ട ചിലത് മടങ്ങി വരട്ടെ. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ മടക്കി വരുത്തണമേ. പണ്ടത്തെ പോലെ ഒരു നല്ല കാലം ഞങ്ങൾക്ക് നൽകണമേ. ആത്മാവിൻ്റെ തീ കത്തിയ അന്യഭാഷയുടെ ആരാധനയുടെ പകർച്ചകൾ വെളിപ്പെട്ട പ്രവചനാത്മാവിൽ ജനം തെറിച്ചു പോയ അസാധാരണ ദൈവിക വെളിപ്പാടുകൾ, അസാധാരണ അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും രോഗശാന്തികളും ആത്മനിറവിൻ്റെ ആത്മപകർച്ചയുടെ ദിനരാത്രങ്ങൾ പിന്നെയും മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ മടക്കി വരുത്തണമേ. അന്ധകാര മണ്ഡലങ്ങളെ ഞാൻ യേശുവിൽ ശാസിക്കുന്നു. നന്മ മുടക്കുന്ന, വഴിയടയ്ക്കുന്ന, ഉയർച്ച തടയുന്ന, ദൈവപ്രവൃത്തിയെ തടയുന്ന അന്ധകാര മണ്ഡലങ്ങളെ യേശുവിൽ ശാസിക്കുകയാ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഓർപ്പിക്കുന്നത്, ഡിഗിറ്റ് അഗൈൻ, വീണ്ടും നീ അതിനെ കുഴിക്കണം, റീഇഗ്നൈറ്റ് ചെയ്യണം. ഇസഹാക്ക് എന്ത് ചെയ്തു? പിതാക്കന്മാരുടെ കാലത്തുണ്ടായിരുന്ന ആ ഉറവയെ, മൂടിക്കളഞ്ഞ ഉറവയെ വീണ്ടും താൻ ഡിഗപ്പ് ചെയ്തു, തുറന്നെടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പെന്തിക്കോസ്ത് ചർച്ചിന്റെ പെന്തിക്കോസ് വെളിപ്പെടണം. ഒരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രവചനവും രോഗശാന്തിയും
കൃപാവരങ്ങളും ആത്മപകർച്ചയും, അതാണ് നമ്മുടെ പ്രത്യേകത. ഒരു സ്തോത്രം പറഞ്ഞു. നമ്മുടെ ഐഡൻറ്റിറ്റി, നമ്മുടെ മാർക്കെന്ന് പറയുന്നത് അതാണ്. ആമേൻ. നമ്മുടെ ഐഡൻറ്റിറ്റി അതാണ്. എവിടെ അത് ഉണ്ടാകുന്നോ ബാക്കി ദൈവം ചെയ്തോളും, ബാക്കി ദൈവം ചെയ്തോളും. ജനം വന്ന് കയറും. വിശ്വസിക്കുന്നവർക്ക് സ്തോത്രം ചെയ്യാം. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളുടെ നടക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ഇസ്ഹാക്ക് ചെയ്തത്, ഈ അബ്രഹാമിൻ്റെ കാലത്തുണ്ടായിരുന്ന കിണറിന് വലിയ പ്രാധാന്യമുണ്ട്. മരുഭൂമി പോലെയുള്ള സ്ഥലങ്ങളാണ്. ഒന്നാമത് അന്നത്തെ കാലത്തെ സമ്പത്ത് പറഞ്ഞ ആടുമാടുകളാണ്, ഒട്ടകങ്ങളും ആടുമാടുകൾ. ഇതിനെല്ലാം കുടിക്കാൻ വെള്ളമില്ലെങ്കിൽ എല്ലാം ചത്തുപോകും. അതുകൊണ്ടാണ് ഈ ഫെലിസ്തീൻ വന്ന് ഇതിനിട്ട് പോരാടുന്നത്. ഈ ആത്മനദി നമ്മളിൽ ഒഴുകുന്നതാണ് പിശാചിന് ചലഞ്ച്. അതുകൊണ്ടാണ് ഈ നദിയെ കെടുത്താൻ വരുന്നത്. മനസ്സിലാകുന്നവർക്ക് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ വലിയ ഓർഗനൈസേഷനായിട്ട് ഇരിക്കുന്നതുകൊണ്ട് പിശാചിന് വലിയ പ്രശ്നമൊന്നും ഇല്ലെന്ന്. ആവശ്യമാണ്, ഓർഗനൈസ്ഡ് ആയിരിക്കണം നമ്മൾ. പക്ഷെ ഇതിനകത്ത് ആത്മാവിൻ്റെ നദി ഒഴുകിയാൽ പിശാചിന് അതൊരു വെല്ലുവിളിയാണ്. ഓരോ ദൈവമക്കളും ഭയങ്കര അഭിഷേകം ഒഴുകുന്നവരായി മാറിയാൽ, കൃപാവരം ഒഴുകുന്നവരായി മാറിയാൽ, ദൈവശക്തി ഒഴുകുന്നവരായി മാറിയാൽ സാത്താൻ ഒരു ചലഞ്ച്. അപ്പോൾ പിശാച് ചെയ്യുന്നൊരു കാര്യമാണ് ഉറവയടയ്ക്കുക. സിഗ്ന എന്നും ഏശക്കെന്നും ആ കിണറുകൾക്ക് പേരിട്ടു നമ്മൾ വായിക്കും. സിഗ്ന, ശണ്ടയിട്ടു. രണ്ട് വാക്കിൻ്റെ അർത്ഥം ഇത് തന്നെയാണ്, ശണ്ടയിട്ടു. പിശാച് ഫൈറ്റ് ചെയ്യുന്നത് ഉറവയടയ്ക്കാനാണ്. ദേശത്തിൻ്റെ ശക്തി പോരാടി പല ബന്ധിക്കോസ് ചർച്ചയിൽ അവസാനം അകത്ത് പോരാട്ടം, തമ്മി പോരാട്ടം. ദൈവത്തിന് സ്തോത്രം. കാരണം ഇതിനെ വിവേചിക്കാനോ ഇതിനെ ജയിക്കാനോ കഴിയാതെ വണ്ണം ആത്മീയ കണ്ണുകൾ അടഞ്ഞു കഴിയുമ്പോൾ, കാഴ്ചപ്പാട് അടഞ്ഞു കഴിയുമ്പോൾ, ആമേൻ, തമ്മിൽ പോരാടുകയാണ് സാത്താനോട് പോരാടുന്നതിന് പകരം. അവസാനം എന്ത് ചെയ്തു? ഓരോ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ, എല്ലായിടത്തും വലിയ പ്രശ്നമൊന്നും കാണത്തില്ല. ഉള്ളിൽ ഇച്ചിരി കയ്പ്, ഉള്ളിൽ ഇച്ചിരി പ്രയാസം, ഉള്ളിൽ ഇച്ചിരി ചിന്താഭാരം. പിന്നെ കാണുമ്പോൾ പണ്ടത്തെ പോലുള്ള ആ ഒരു ഊഷ്മളതയില്ല, വാംതില്ല. ഗ്രീറ്റ് ചെയ്യുമ്പോൾ അതില്ല. കൈ കൊടുക്കുമ്പോൾ ഒരു ചെറിയൊരു വിശേഷമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞില്ല. ഉടക്കൊന്നും ഉണ്ടാക്കാത്ത ആൾക്കാർ തണുത്തങ്ങ് പോവുക. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ആത്മാവിൻ്റെ തീയും ദൈവമക്കളുടെ സ്നേഹവും നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഓർത്തോണം, സാത്താൻ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുക. മനസ്സിലാകുന്നവർക്ക് സ്തോത്രം ചെയ്യാം. അതിനകത്തു നിന്ന് നമുക്കൊരു ജയം ആവശ്യമാണ്. സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്. പൗലോസ് പറഞ്ഞു, കുഞ്ഞുങ്ങളെ, സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്. അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. സാത്താൻ്റെ ശക്തിയെക്കുറിച്ച് വേദപുസ്തകം വലുതായി പറയുന്നില്ല. സാത്താന് ശക്തിയുണ്ട്, പക്ഷെ അതിനേക്കാൾ ശക്തിയും അധികാരവും നമുക്കാണ് ഉള്ളത്. പക്ഷേ സാത്താൻ്റെ തന്ത്രങ്ങൾ പലപ്പോഴും നമ്മളിൽ ഇഫക്റ്റീവ് ആകുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ ഹവ്വ തൊട്ട് ഇങ്ങോട്ട് മനുഷ്യവർഗത്തെ പറ്റിച്ച ചരിത്രമാണ് പിശാചിനുള്ളത്. സൈറ്റൻ ഈസ് വെരി ഡിസെപ്റ്റീവ്. യു നീഡ് ടു ഹാവ് ദ ഡിസേൺമെന്റ് ടു റെക്കഗ്നൈസ് ഹൗ സൈറ്റൻ ട്രിക്സ് യു, ഹൗ സൈറ്റൻ deceives you. പിശാചിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നിനക്ക് നല്ല ഡിസേൺമെൻറ്റ്, വിവേചനം വേണം. വിവേചിച്ചെങ്കിൽ മാത്രമേ സാത്താൻ്റെ തന്ത്രങ്ങളെ മനസ്സിലാകത്തുള്ളൂ. ഒരു സ്തോത്രം എന്ന് പറഞ്ഞ്, പിശാച് പാസ്റ്റർമാരെ പറ്റിക്കുന്നു, വിശ്വാസികളെ പറ്റിക്കുന്നു, അനുഭവ പരിചയമുള്ള ദൈവമക്കളെ പറ്റിക്കുന്നു. പിശാചിന് 6000 വർഷത്തെ എക്സ്പീരിയൻസ് മനുഷ്യനുമായിട്ടുണ്ട്. നമുക്കൊന്നും അത്രയും ഇല്ല. ഒരു സ്തോത്രം പറഞ്ഞ് പാസ്റ്റർമാർ പറയും 30 വർഷമായിട്ട് പരിചയം എനിക്ക് ശുശ്രൂഷയിലുണ്ട്. പക്ഷേ സാത്താൻ പറയും 6000 വർഷത്തെ എക്സ്പീരിയൻസ് ആ പിശാചിനുള്ളത്. ഒരു മനസ്സിലാകുന്നൊരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, അവനെ ജയിക്കാൻ പരിശുദ്ധാത്മാവിൽ നമുക്ക് കഴിയും. പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനത്തിന് മുമ്പ് സാത്താൻ മുട്ടുമടക്കും. കുഞ്ഞുങ്ങളെ, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. എങ്ങനെ തോൽപ്പിക്കുന്നത്? എവിടെയായി തീ പോകുന്നത്? പ്രാർത്ഥന കുറയുക, പേഴ്സണൽ ലൈഫിൽ വചനധ്യാനം പോവുക, ഡിവോഷന് ടൈമില്ല, ആത്മാവിൽ നിങ്ങൾ സംസാരിക്കുന്നില്ല, ആത്മാവിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല. പോയി ആത്മാവിൽ പ്രാർത്ഥിക്കണം. ആത്മാവിൽ പ്രാർത്ഥിക്കണം. സഭയിലും വേണം, ആത്മാവിൽ ആരാധന വേണം. സമയമെടുക്കണം. നമ്മൾ ആ പാട്ടുപാടി അവസാനത്തെ സ്റ്റാൻസ ഇവിടെ നിർത്താൻ തുടങ്ങുമ്പോൾ കടുക് പൊട്ടിക്കുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യും? ഒരു 5-6 അന്യഭാഷ പറഞ്ഞിട്ട് അവിടെ അങ്ങ് നിർത്തും. നമ്മൾ വിചാരിക്കുന്നത് ആ ചവിട്ടി നിർത്താനുള്ളൊരു സംവിധാനമാണെന്ന്. അതല്ലത്. സ്തോത്രം. എവിടെയെങ്കിലും ആരാധന അവസാനിപ്പിക്കണമല്ലോ. അതിന് അവസാനം ഒന്ന് അന്യഭാഷ പറഞ്ഞ് നമ്മൾ ആ ചീനച്ചട്ടിക്കകത്ത് കടുക് മൂപ്പിക്കുന്ന പോലെ അതിലുള്ള നല്ലത് അന്യഭാഷയാണ്, ഭാഷാപരമാണ്. മണിക്കൂറുകൾ നിങ്ങൾക്ക് അന്യഭാഷയെ സംസാരിക്കാൻ കഴിയും. വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങൾ ജ്വലിപ്പിക്കണം. ഭാഷാപരത്തിൽ ആത്മാവിൽ ദൈവത്തോട് നിങ്ങൾ സംസാരിക്കണം. 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിൽ പൗലോസ് എന്താ പറയുന്നത്? അന്യഭാഷയെ സംസാരിക്കുന്നവർ മനുഷ്യരോട് അല്ല, ദൈവത്തോടത്രേ സംസാരിക്കുന്നത്. When you talk in tongues, when you speak in tongues, you are not talking to people, you are talking to God. You are not talking gibberish. ഒരു ബന്ധവുമില്ലാത്ത എന്തൊക്കെയോ പുലമ്പുകയല്ല. ഇറ്റ്സ് എ ലാംഗ്വേജ്.
ഇറ്റ്സ് എ ഗോഡ് ഗിവൻ ലാംഗ്വേജ്. യു ആർ സ്പീക്കിംഗ് ഇൻ ടങ്സ്, യു ആർ സ്പീക്കിംഗ് ടു ഗോഡ്. ദൈവത്തോട് സംസാരിക്കുന്നത് അതിനൊക്കെ വലിയ കാര്യമുണ്ടോ? എനിക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇന്ത്യയിലെ പ്രധാനമന്ത്രിയായിട്ട് സംസാരിക്കാനായിട്ട്, അത് മാറി മാറി വരുന്നവരെ, എങ്കിൽ പോലും ഒരു അവസരം കിട്ടിയാൽ ഞാൻ പോകുന്നിടത്തൊക്കെ ആവശ്യമില്ലെങ്കിലും ഇടയ്ക്ക് തിരികെ കയറ്റി ഞാൻ പറയും, ഞാൻ അന്ന് പ്രധാനമന്ത്രിയോട് സംസാരിക്കുന്ന സമയത്ത്, അല്ലേ, സ്വതന്ത്രം, ഞാൻ അംബാനിയുമായിട്ട് സംസാരിക്കുന്ന സമയത്ത്, ഞങ്ങൾ ഒരുമിച്ച് ഡിന്നർ കഴിക്കുമ്പോൾ, പറയേണ്ട ആവശ്യമൊന്നും ഇല്ലെങ്കിലും നമ്മൾ ഉണ്ടാക്കും, മനസ്സിലാവുന്നവർക്കായി സ്വതന്ത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തോട് നേരിട്ട് സംസാരിക്കുന്ന, ഹല്ലേലൂയ, ഒരു സ്വതന്ത്രം എന്ന് പറഞ്ഞേ. ആമേൻ. ഹോട്ട്ലൈൻ സർവീസാണ് അന്യഭാഷ എന്ന് പറയുന്നത്. ചെറിയ കാര്യമല്ല. നമുക്ക് വാക്കുകൊണ്ടും ബുദ്ധി കൊണ്ടും എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് നമ്മിൽ കൂടെ സംസാരിക്കുന്നത്. അവിടെ ആത്മമണ്ഡലത്തിലെ ബന്ധനം പൊട്ടും. ഈ ചിലന്തി വലയൊക്കെ ചൂലുമായിട്ട് പോകുമ്പോൾ പൊട്ടുന്നത് പോലെ ആത്മമണ്ഡലത്തിലെ സാത്താന്യ കെട്ടുകൾ, നിങ്ങളുടെ വീട്ടിനകത്തെ ബന്ധനം, തലമുറയുടെ ബന്ധനം, തല തിരിഞ്ഞിരിക്കുന്നതിൻ്റെ തലമുറയെ നേരെയാക്കുന്നതൊക്കെ നീ അന്യഭാഷയിൽ ചില മണിക്കൂറുകൾ ആരാധിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുമ്പോൾ കേട്ടുപൊട്ടി അത്ഭുതങ്ങൾ നടക്കും. PMG ചർച്ചിന്റെ ചരിത്രം അതുതന്നെയാണ്. ചേർന്ന് കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാൽ. എവിടെയാ ചോർച്ച സംഭവിച്ചത്? ചോർച്ച അടയ്ക്കണം. ഒരു സ്തോത്രം പറയാം. ചോർച്ച അടയ്ക്കണം, ചോർച്ച അടയ്ക്കണം. അപ്പോൾ ഒന്നാമത്തെ ഈ ദൂതുമായി ബന്ധപ്പെട്ട് കർത്താവ് പറഞ്ഞത് റീഇഗ്നൈറ്റിംഗ് ദ ഫയർ. അതുമായി ബന്ധപ്പെട്ട് കർത്താവ് പറഞ്ഞൊരു കാര്യമായി. ഉൽപ്പത്തി 26 ഇസഹാക്ക് എന്ത് ചെയ്തു? ആ കിണറുകളെ വീണ്ടും വീണ്ടും കുഴിച്ചു, വീണ്ടും കുഴിച്ചു. സഭയോടുള്ള ദൈവത്തിൻ്റെ ദൂത് വീണ്ടും ഉറവകളെ തെളിക്കുക. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം മുതൽ വായിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 20 മുതലുള്ള വാക്യങ്ങൾ. ആത്മാവിനെ ഏൽപ്പിച്ച ദൂതുകൾ നിങ്ങൾക്ക് കൈമാറുകയാണ്. വരുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ ഉറക്കമുണർന്നു. യഹോവ തന്നെ വിട്ടു എന്നറിയാതെ ഞാൻ മുമ്പിലത്തെ പോലെ കുടഞ്ഞൊഴിഞ്ഞ കളയും എന്ന് വിചാരിച്ചു. ദൈവത്തിന് സ്തോത്രം. യഹോവ തന്നെ വിട്ടു എന്ന് അറിയാതെ. വേദപുസ്തക ചരിത്രത്തിൽ ഏറ്റവും വലിയ ഒരു ട്രാജഡിയാണ് നമ്മളിവിടെ കാണുന്നത്. ദൈവം ഒരു മനുഷ്യനെ വിട്ടുമാറി. ദൈവം ഒരു സഭയെ വിട്ടുമാറിയാൽ, ദൈവം ഒരു വ്യക്തിയെ വിട്ടുമാറിയാൽ, ദൈവം ഒരു കുടുംബത്തെ വിട്ടുമാറിയാൽ അവിടെ ദുരന്തം ആരംഭിക്കുകയാണ്. പ്രൈസ് ഗോഡ്. യഹൂദ ചരിത്രത്തിലെ ഏറ്റവും ശക്തനായ ഒരു ന്യായാധിപനായിരുന്നു ശിംശോൻ. ഹി വാസ് an epitome of power. ഫിസിക്കൽ സ്ട്രെങ്ത്. ഈ പരിശുദ്ധാത്മാവ് ഒന്നാണെങ്കിലും കൃപാവരങ്ങളിൽ വ്യത്യാസം ഉണ്ട്, ശുശ്രൂഷകളിൽ വ്യത്യാസം ഉണ്ട്. ഞാനും ഭാഷ ശുശ്രൂഷിക്കുമ്പോൾ വ്യത്യാസമുണ്ട്. പക്ഷെ ഒരേ ആത്മാവ്, പല ശുശ്രൂഷ. ജോസഫിൻ്റെ മൾട്ടി കളർ ട്യൂണിക്ക് പോലെയാണ്. 9 കൃപാവരങ്ങളെക്കുറിച്ച് 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. എല്ലാം ഡൈവേഴ്സാണ്. ഡൈവേഴ്സ് കൈൻഡ്സ് ഓഫ് ടങ്സും ഉണ്ട്. ഈ ഭാഷാവരത്തിൽ പോലും വ്യത്യാസമുണ്ട്. ഒരു സ്തോത്രം എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. നമുക്ക് മനസ്സിലാകുന്ന എല്ലാവരും ഒരുപോലെ അല്ല. ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, വ്യത്യസ്ത ഭാഷകൾ നമ്മൾ സംസാരിക്കുന്നത്. ഒരു മലയാളി ബിസിനസ്സുകാരന് ചൈനയിൽ പോയി പല ആൾക്കാർ ധാരാളം പോകാറുണ്ട്. അദ്ദേഹം അവിടുത്തെ ബിസിനസ് പർപ്പസ് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു സീക്രട്ട് ചർച്ചിൽ, അണ്ടർഗ്രൗണ്ട് ചർച്ചിൽ ആരാധിക്കാൻ അവസരം കിട്ടി. അദ്ദേഹം അവിടെ ആരാധിക്കാൻ ചെന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേന് ഒരാൾ മലയാളത്തിൽ ഉച്ചയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ആരാധന കഴിഞ്ഞപ്പോൾ ചെന്ന് ചോദിച്ചു, ബ്രദർ കേരളത്തിലൊക്കെ വന്നിട്ടുണ്ടല്ലേ, എന്താ? പുള്ളിക്ക് ഒരു അർത്ഥം പിടികിട്ടുന്നില്ല. ഇദ്ദേഹത്തിന് അടയാളത്തിനായിട്ട് ദൈവാത്മാവ് ചൈനക്കാരനിൽ കൂടെ മലയാളം പറഞ്ഞ ഒരു സ്വത്രം പറഞ്ഞേ. ഞാൻ നേരത്തെ പറഞ്ഞ വാര്യാവനും യോനാച്ചായൻ്റെ അടുക്കൽ കൊറിയക്കാർ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ അദ്ദേഹം കൊറിയൻ ഭാഷയിൽ ദൂത് പറഞ്ഞു. 4-ാം ക്ലാസ്സേ ഉള്ളൂ. ഇംഗ്ലീഷുകാരോട് ഇംഗ്ലീഷ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്കറിയില്ല. ഒരു സ്വത്രം എന്ന് പറഞ്ഞാട്ടെ. നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയല്ല. ആത്മാവിൽ മൂവ് ചെയ്യണം. ആത്മതലത്തിലേക്ക് സഭ മൂവ് ചെയ്താൽ കളം മാറും. ആത്മാക്കളെ കൊണ്ട് നിറക്കി ഈ സ്ഥലമൊന്നും പോരാതെ വരും. സ്തോത്രം. പട്ടണം നിങ്ങൾ പിടിക്കും. പട്ടണം പിടിക്കാനാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. പട്ടണം പിടിക്കാനാണ്. ഒരു സ്തോത്രം പറഞ്ഞേ. കർത്താവ് 50 പേരെ കൂടെ തരണമെന്നല്ല, 100 പേരെ കൂടെ തരണമെന്നല്ല. നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്ന പട്ടണം പിടിക്കാൻ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഓ, കരമടിച്ച കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ റബലബ റബനബ ശബല റബനബര സിറ്റി ടേക്കിംഗ്. City taking. Take
the city for God. Rababababababa. Lugabaramana Shakarariamdarere. In the mighty name of Jesus. Take the cities for God. Chudabaraja Vaidagaraja, Vartagaraja Vaidagaveda, Dhirajanada Sandalaraja, Artalaraja Vardanaveda, Dhimanavauda, Sambavaraja, Durkadaraja Vaidagaveda, Dhimanavauda. Hallelujah. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്യാം. ആമേൻ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഓർപ്പിക്കുന്നത്. ആമേൻ. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് തിരിച്ചു വരാം. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിന് 20-ാം വാക്യത്തില് ശിംശോനെ ഫെലിസ്ത്യർ ഇതാ വരുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ ഉറക്കുണർന്നു. യഹോവ തന്നെ വിട്ടു He was anointed but now he was sleeping. ദൈവത്തിന് സ്തോത്രം. എന്താണ് നമ്മൾ വായിക്കുന്നത്? അവൻ യഹോവ തന്നെ വിട്ടു എന്ന് അറിയാതെ ഞാൻ മുമ്പിലത്തെ പോലെ കുടഞ്ഞൊഴിഞ്ഞു കളയുമെന്ന് വിചാരിച്ചു. He did not know that the Lord had departed from him. ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാ ദൈവ സാന്നിധ്യം നമ്മെ വിട്ടുപോകുന്നത്. നമ്മുടെ ജീവിത രീതി ദൈവത്തിന് പ്രസാദമല്ലെങ്കിൽ ദൈവ സാന്നിധ്യം നമ്മെ വിട്ടുപോകും. പരിശുദ്ധാത്മാവിനെ മുറിവേൽപ്പിക്കുന്നവരാണെങ്കിൽ ദൈവാത്മാവ് നമ്മെ വിട്ടുപോകും. തിരുവെഴുത്ത് പറയുന്നു, വീണ്ടെടുപ്പ് നാളിനായി അവനാലല്ലോ നിങ്ങളെ മുദ്രയിട്ടിരിക്കുന്നത്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. എഫെസോസിലെ സഭയോട് പൗലോസ് ശ്ലീഹ പ്രത്യേകം പറയുകയാണ്, ഡു നോട്ട് ഗ്രീവ് ദ ഹോളി സ്പിരിറ്റ്. ഈ ശിംശോൻ തൻ്റെ ജീവിത ശൈലി കൊണ്ട് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. ഹല്ലേലൂയ. അബദ്ധത്തിൽ ഒരു പാപം ചെയ്തതല്ല, തിന്മയിലേക്ക് ചെന്നു, അവിടെ തിന്മ അങ്ങ് ചെയ്തു. ഫെലിസ്ത്യ കന്യകയെ കണ്ടു, അവളെ അങ്ങ് പ്രേമിച്ചു. ഇന്ന് ഒത്തിരി പെന്തിക്കോസ് സഭകൾ കുഴഞ്ഞുകൊണ്ടിരിക്കുക. വർഷിപ്പും ആട്ടും പാട്ടും ഒക്കെ ഉണ്ട്, പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് പലതും നടക്കുന്നുണ്ട്. അഫെയറുകളും എല്ലാവരും അല്ല, നല്ല പിള്ളേരും ഉണ്ട്. ഒത്തിരി സ്ഥലങ്ങളിൽ ഈ ചെറുപ്പക്കാരെ അവർ ഡിസിപ്ലിൻ ചെയ്യത്തില്ല, അങ്ങ് എൻകറേജ് ചെയ്യും വന്ന് കൂടാൻ. കാരണം ആൾക്കാർ വേണമല്ലോ. ഇറ്റ്സ് ഡേഞ്ചറസ്. പലതും അന്യാരാധന, അന്യാഗ്നി കത്തുന്ന പലയിടത്തും. അൺഹോളിനകത്തുനിന്ന് ഹോളി സ്പിരിറ്റ് വരത്തില്ല. ഒരാമ്യം പറഞ്ഞ് പാടിക്കുകയും ചാടിക്കുകയും ഒക്കെ ചെയ്യാം, നിനക്ക് കൊറിയോഗ്രഫി ചെയ്യാം. ദൈവത്തിന് സ്തോത്രം. വെൽ റിഹേഴ്സ്ഡ് വർഷിപ്പ് സെഷൻസ് ആർ ദെയർ. They know how to perform, but the presence is not there. So just a performance. ഇവിടുത്തെ കാര്യമല്ല. ഇവിടെ ഉള്ളത് നമ്മൾ പെർഫോമൻസിൽ ആരാധനയാണ്. എന്നാലും ആത്മാവിൻ്റെ തീയുടെ കുറവുണ്ട്. ശ്രദ്ധിക്കുക, യഹോവ അവനെ വിട്ടുമാറി എന്നറിയാതെ. ഏറ്റവും വലിയ പരാജയം ഈ പ്രസൻസ് പോയത് അറിയാതിരിക്കുന്നതാണ്. ഡയബറ്റിക്കിൻ്റെ ഒരു പ്രശ്നം, അത് അക്യൂട്ടായി കഴിഞ്ഞാൽ സെൻസേഷൻ പോവും, അല്ലേ? സെൻസേഷൻ പോവും. ഒരു രോഗത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്, അതിൻ്റെ പാപത്തെക്കുറിച്ചല്ല. സെൻസേഷൻ പോവും. അത് ഒരു രോഗത്തിൻ്റെ പ്രത്യേക, കാരണം നെർവെല്ലാം ഡാമേജ് ആകുന്നു, അല്ലേ? മനസ്സിലാകുന്നവർക്ക് ശോധന ചെയ്യുന്നു. എന്തെങ്കിലും കാലെ കൊണ്ടാൽ പോലും ചിലപ്പോൾ അറിയത്തില്ല, അങ്ങനെയുള്ളവർക്ക്. നോക്കുക, ഒരു രോഗം വരുന്ന സമയത്ത് ട്രീറ്റ് ചെയ്താൽ കുഴപ്പമില്ല. മെഡിക്കൽ പോയിന്റ് ഓഫ് വ്യൂ പറഞ്ഞ രോഗം ട്രീറ്റ് ചെയ്യുന്ന തെറ്റാന്ന് ഞാൻ പറയുന്നില്ല. ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഈ പ്രശ്നം. ദൈവ സാന്നിധ്യം, ദൈവാത്മാവിനെ അസ്വസ്ഥപ്പെടുത്തുന്ന ജീവിത ശൈലികൾ പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കും. മനസാക്ഷിയിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കും, തെറ്റാണ്, തെറ്റാണ്, തെറ്റാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദത്തെ നീ നിരന്തരമായി അവഗണിക്കുമ്പോൾ ഒടുവിൽ സംഭവിക്കുന്നതിനാണെന്നറിയാമോ? പരിശുദ്ധാത്മാവ് വിട്ടുമാറും. പിന്നെ മനസാക്ഷി പ്രശ്നമൊന്നുമില്ല, എന്തും ചെയ്യും, എന്തും ചെയ്യും. അതങ്ങനെയാണ് പെന്തിക്കോസുകാരുടെ സഭയിൽ അടിയുണ്ടാകുന്നത്. എത്രയോ തവണ ദൈവാത്മാവ് ഇടപെട്ട് നമുക്കൊരു ചെറിയ കാര്യത്തിൽ പോലും നമുക്ക് നെഗറ്റീവ് ചിന്തിക്കാനോ മറ്റൊരാളുടെ കയ്പ് വെക്കാനോ ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു അശുദ്ധി ഹൃദയത്തിൽ വെക്കാനോ പറ്റത്തില്ല. പറ്റുമോ? പറ്റത്തില്ല. We cannot. If you are sensitive to the Holy Spirit, you cannot hold sin. You cannot entertain sin. പാപത്തെ നിനക്ക് വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. ഒരു സ്തോത്രം എന്ന് പറഞ്ഞേ. പക്ഷെ അത് വെച്ചോണ്ടിരിക്കുന്ന കയ്പും പകയും വിദ്വേഷവുമായിട്ടത് വളർന്നു വരുന്നുണ്ടെങ്കിൽ നീ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദത്തെ, ഇടപെടലിനെ പലപ്പോഴും തള്ളിക്കളഞ്ഞിട്ട്
സ്വോത്രം ഹല്ലേലൂയ. ചില അമ്മാമ്മമാരെ അച്ചായന്മാർ ബുദ്ധി ഉപദേശിക്കും, നിങ്ങൾ മിണ്ടായിരിക്കും. സ്വോത്രം. ചില അച്ചായന്മാരെ അമ്മാമ്മമാർ ഉപദേശിക്കും, നേരെ തിരിച്ചു ഉപദേശിക്കും. പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തുന്ന വഴികാട്ടിയാണ്. ഹീസ് ദ ഗൈഡ്, ഹീസ് ദ കംഫർട്ടർ. ഇത് നമ്മളെ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം നീ അവഗണിക്കുമ്പോൾ ജീവിതത്തിൽ തകരാറുകൾ, വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. വഴി ഇതാകുന്നു, ഇതിലെ നടക്ക എന്നുള്ള ഇമ്പമേറിയ ശബ്ദം കേൾക്കുമെന്ന് പഴയ നിമിത്തി പറഞ്ഞതിന്ന് നമുക്ക് നൊണ്ടത്. നമുക്കൊരു കാലത്ത് നാവിഗേഷൻ ഇല്ലായിരുന്നു. ഇന്ന് ഗൂഗിൾ മാപ്പുണ്ട്. നമ്മൾ കേട്ടും പറഞ്ഞും തരുന്ന വഴി കൂടെ പോയിക്കൊണ്ടിരിക്കും അല്ലേ. പണ്ടൊക്കെ വണ്ടി എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും നിർത്തിയിട്ട് നമ്മൾ ചോദിക്കും, ആ ചേട്ടാ വഴി എവിടെയാ, എങ്ങോട്ടാ പോകണ്ടേ അല്ലേ, ചോദിച്ചൊരു സ്ഥലത്തില്ല. ഇന്നിപ്പോൾ പ്രശ്നമില്ല. പഴയ നിയമം പോലെയല്ല, പരിശുദ്ധാത്മാവിനെ നമ്മുടെ അകത്ത് തന്നിരിക്കുകയാണ്. സോഫ്റ്റ്വെയർ പോലെ അല്ലേ. ഹോളി സ്പിരിറ്റിനെ നമ്മൾ ഇൻബിൽറ്റാണ്. ആ ശബ്ദത്തെ നീ അവഗണിച്ചാൽ, നമുക്കറിയാം ഈ നാവിഗേഷനെ നമ്മൾ 200 മീറ്റർ കഴിഞ്ഞ് റൈറ്റിലോട്ട് എടുക്കുക, നമ്മളത് അവഗണിച്ചാൽ എന്നാ സംഭവിക്കുന്നത്? അങ്ങേ പോയിട്ട് യൂ ടേൺ എടുത്ത് വീണ്ടും വരേണ്ടി വരും. ചിലരിത് നോക്കി ഓടിക്കാൻ അറിയത്തില്ല, പിന്നെയും കിടന്ന് കറങ്ങുന്നത് കാണാം. വഴി കാട്ടി അതിനകത്തുണ്ട്, പക്ഷെ അനുസരിക്കാത്തതുണ്ടാകും. ചിലർ പക്ഷേ എന്നെന്ന് അറിയത്തില്ല, ഭയങ്കര കറക്കാ ജീവിതത്തിൽ. ഈ കറക്കത്തിൻ്റെ കാര്യം ഞാൻ പറയാം. ഒന്ന്, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം തിരിച്ചറിയുന്നില്ല. ഒരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. സ്തോത്രം. ഒരിക്കൽ ദിവസം പറഞ്ഞു ഓർക്കണം, അമേരിക്കയിൽ പോയപ്പോഴത്തേന് അദ്ദേഹം വിസിറ്റിന് പോയപ്പോൾ അവിടുത്തെ ഒരു മലയാളി, അവിടെ ചേക്കേറിയ ഒരു ഫാമിലി, മൈഗ്രേറ്റ് ചെയ്ത ഫാമിലിയുടെ പോവാം. പച്ചായം വണ്ടി ഓടിക്കുക. പുള്ളി അതിനകത്ത് വലിയ എക്സ്പേർട്ട് അല്ലെന്ന് തോന്നുന്നു. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് അമേരിക്കൻ ആക്സെൻറ്റിലാണ് ഇതിങ്ങനെ നാവിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുള്ളിക്ക് മനസ്സിലാകത്തോണ്ടാണെന്ന് അറിയത്തില്ല. ഇടയ്ക്ക് തെറ്റിയിട്ടില്ല, പിന്നെയും കറങ്ങി പിന്നെയും വരുക. അപ്പോൾ ഭാര്യയെ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞു, അതൊന്നും ശരിയല്ല പറയുന്നത്, കുഴപ്പമാണ്. സ്തോത്രം. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ പരിശുദ്ധാത്മാവ് പറയുന്നത് തിരിച്ചറിയാൻ പറ്റുന്നില്ല, നമ്മുടെ പ്രശ്നം. മനസ്സിലാകുന്ന ഭാഷയെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. Either you don't pay attention to the voice of the Holy Spirit, or you ignore the voice of the Holy Spirit, or you don't recognize the voice of the Holy Spirit, or you are quenching the Holy Spirit. ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത് അല്ലേ. എന്താ സംഭവിച്ചത്? ആരാധന ശക്തിപ്പെട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവദാസന്മാർക്കൊരു പ്രഷർ, അയ്യോ നമ്മുടെ സഭായോഗം തീരുന്ന സമയമായി, ബ്രേക്ക് കിട്ടുന്ന പോലെ അങ്ങ് നിർത്തിയേക്കാം. എന്നോട് ദൈവദാസൻ ഒരു കാര്യം പറഞ്ഞു, ആത്മാവിൻ്റെ സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ ചോദിച്ചു നോർമൽ ടൈം എത്താ, അതനുസരിച്ച് കൂട്ടിയാൽ മതിയല്ലോ. എൻ്റെ ഇഷ്ടം അങ്ങനെ പോകുന്നതാ. എന്നാലും നിങ്ങൾക്കൊരു മൈൻഡ് സെറ്റ് കാണുമല്ലോ. ആത്മാവിൻ്റെ തീ ഇറങ്ങും. നമുക്ക് തീയും വേണം, അഭിഷേകവും വേണം, ആരാധനയും വേണം, വിടുതലും വേണം, അത്ഭുതവും വേണം. എന്നാൽ 1 മണിക്ക് യോഗവും തീരണം. ഹലോ, സമയം പാലിക്കുന്ന നല്ലതാണെങ്കിലും ഒരു കാലത്ത് ദൈവമക്കൾ അങ്ങനെ ഇരുന്നിടത്ത്, സമയഭേദമില്ലാതെ ഇരുന്നിടത്ത് അത്ഭുതങ്ങൾ നടന്നത്. ഈ ആത്മപകർച്ച ഉണ്ടായി 10ാമത്തെ ദിവസം അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 10ാമത്തെ ദിവസം ഒരു വലിയ ആത്മപകർച്ച ഉണ്ടാകുന്നവരുടെ ദൂതൊന്നും പറഞ്ഞില്ല. ആത്മാവ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വരുവോളം നിറയുവോളം അവർ പ്രാർത്ഥന തുടരാൻ തീരുമാനിച്ചു. എത്ര ദിവസമൊന്നും അറിയത്തില്ല. അത് ചിലപ്പോൾ 100 ദിവസമാകാം, 200 ദിവസമാകാം, 1000 ദിവസമാകാം. പക്ഷേ കൃപയാൽ 9 കഴിഞ്ഞ് 9ാമത്തെ ദിവസം ഒരു ചലനം അനക്കമില്ല കേട്ടോ. 10ാമത്തെ ദിവസം ഒരു ആത്മവ്യാപാരം അടിച്ചു. ഒരു സ്തോത്രം എന്ന് പറഞ്ഞേ. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കളമശ്ശേരിയിൽ ശുശ്രൂഷയിലിരിക്കുന്ന സമയത്ത്, ചർച്ച കോഡിൻ്റെ ശുശ്രൂഷയിലാണ്, ഞങ്ങൾ 40 ദിവസം ഉപവസിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. ആദ്യത്തെ 40 ദിവസം ഞാനവിടെ സഭാചാരം എടുത്തു കഴിഞ്ഞ് ഉപവസിച്ചു. അപ്പം ആ ഒരു കൊച്ചു പ്രവർത്തനം പൊളിഞ്ഞു പോയതാണ്. കുറേ പേര് പിന്മാറിപ്പോയ, ഒരു അഡ്രസ്സ് ഇല്ലാത്തതെന്ന് പറയാവുന്ന ഒരു പ്രവർത്തനത്തെ എന്നെ ഏൽപ്പിച്ചത്. ഞാൻ ജൂനിയറാണ്. ഞാൻ എൻ്റെ ശുശ്രൂഷ തുടങ്ങിയത് എറണാകുളത്തെ മാമംഗലം ചർച്ചകൂടെന്ന് പറഞ്ഞ വലിയ സഭയുടെ പാസ്റ്ററായിട്ടാണ്. ജൂനിയർ മോസ്റ്റായിരിക്കുന്ന എന്നെ അവിടെ വിട്ടത് ആ സഭയെ ഒരു പ്രതിസന്ധിയിൽ അത് പിളർന്ന് കുറേ ആൾക്കാരുമായിട്ട് മുമ്പിരുന്ന പാസ്റ്റർ, അത് നല്ല ദിവസനാ, അദ്ദേഹം മാറിയപ്പോൾ കുറേ പേര് കൂടെ പോയതായിരിക്കാം. അദ്ദേഹം ഒരു സഭ തുടങ്ങി. അപ്പോൾ ഇതിനെ ബാക്കിയുള്ളവരെ പിടിച്ചു നിർത്തണം. പിന്നെയും 10-100 പേര് കൂടുതലുണ്ടെന്ന്, 100-150 എത്ര എണ്ണം അറിയുന്നു, നല്ല ഫാമിലീസ്. അതിനുവേണ്ടി എന്നെ വിട്ട് കൃപയാൽ പിന്നെ ആരും പോയില്ല. ആ സഭ നല്ലൊരു നിലവാരത്തിൽ വന്നു. പിന്നെ ഞാൻ വിവാഹിതനല്ല, ജൂനിയർ മോസ്റ്റാണ്. അപ്പോൾ പറഞ്ഞു, ജോബോ ഈ പാസ്റ്റർക്ക് പാസ്റ്ററാക്കണമെന്നൊന്നും പറ്റത്തില്ല, കാരണം കല്യാണം കഴിച്ചിട്ടില്ല.
അതിൻ്റെ ഡിസ്ക്വാളിഫിക്കേഷൻ അതായിരുന്നു. എന്നെ വേറെ മറ്റേ ഈ കളമശ്ശേരിയിലേക്ക് പോയത്. കളമശ്ശേരിയിൽ യാതൊരു സാധ്യതയില്ലാത്തൊരു സ്ഥലം, ചുരുക്കി പറയാം. ഒരു 21 ദിവസം ഉപവസിച്ചിട്ട് അവിടെ സഭാചാർജ് എടുക്കുന്നത്. പക്ഷേ ഇച്ചിരി കഴിഞ്ഞപ്പോൾ 21 കടലിൽ കായം കലക്കിയ പോലെ, അറിയാലോ ഭാഷന്മാർക്കൊക്കെ അറിയാം, അവിടെ ഒരു ഇഫക്റ്റും ഇല്ല. ദേശത്തെ ശക്തി അതുപോലെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്, മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ട്. അപ്പം ഞാൻ എഴുന്നേറ്റ് വന്നൊരു ദിവസം പരസ്യമായിട്ട് പറഞ്ഞു 40 ഉപവസിക്കാൻ പോവാം. അന്ന് വരെ അങ്ങനെ ഉപവസിച്ചിട്ടില്ല. ഇന്നത്തെ എൻ്റെ തടിയുടെ പകുതിയേ ഉള്ളൂ, പകുതിയെ കാണത്തുള്ളൂ. അപ്പോൾ പിന്നെ 40 ഉപവസിക്കാനായിട്ടുള്ള ഒരു അന്തരീക്ഷം ഇല്ലെന്ന് ഒരു വിശ്വാസത്തലങ്ങ് പറഞ്ഞു. അങ്ങനെ 40 ഉപവസിച്ചു. ഒരു വിടുതലും വേണമല്ലോ. അപ്പം ഞാൻ പെന്തിക്കോസിലും പുതിയതാണ്, നമുക്ക് ശുശ്രൂഷയിലും പുതിയതാണ്, വലിയ കാര്യങ്ങളും നമുക്ക് അറിയത്തില്ല. അപ്പോൾ ചിലരൊക്കെ പ്രാർത്ഥിക്കുന്ന കേട്ടിട്ടുണ്ട്. അതുപോലെ ഞാനും പ്രാർത്ഥിച്ചു, കർത്താവേ ദേശത്തെ ഇളക്കണമേ. നമുക്കിതിൽ ക്ലീശേസ് ഉണ്ടല്ലോ, നമ്മളിങ്ങനെ കേട്ട് പരിചയമുള്ള കുറേ കാര്യങ്ങൾ, അത് വെച്ച് ഞാനും അങ്ങ് പ്രാർത്ഥിച്ചതാണ്. ദേശം ഇളകി. ഈ സഭ ഇങ്ങനെ ഉണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി. RSSകാരിളകി, ഹിന്ദുക്കളിളകി. സ്തോത്രം ഹല്ലേലൂയ. സഭായോഗത്തിന് ഇരിക്കുമ്പോഴത്തേന് കല്ലെറിയും, അടിക്കാൻ വേണ്ടി കയറി വരും, ഭയങ്കര പ്രശ്നങ്ങളായി. ഒടുവിൽ സഭയിലുള്ള ചില ദൈവമക്കൾ സ്നേഹത്തോട് ചിരിച്ചോണ്ട് പറഞ്ഞു, പാസ്റ്റർ ഇനി ഇളക്കണമെന്ന് പ്രാർത്ഥിക്കേണ്ടെന്ന് പറഞ്ഞു. സ്തോത്രം. നമ്മൾ പ്രാർത്ഥിച്ചത് ദൈവം സീരിയസ് ആയിട്ട് എടുത്തു, ചേർന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ആരും അറിയാത്ത സഭ അറിയുന്ന സഭയായി മാറി. ഹല്ലേലൂയ. ഉണങ്ങിയ സഭ ജീവൻ വെച്ച സഭയായി മാറി. അതിനുശേഷം രണ്ടാമതൊരു 40 ഉപവസിക്കുന്ന സമയത്താണ് ഈ ഒരു വിടുതലുണ്ടായത്. അതിന് 5-ാമത്തെ ദിവസം ഭയങ്കര ആത്മശക്തി വന്ന് അടിച്ചു. എല്ലാവരും ഒന്ന് ശക്തിപ്പെട്ടു. അഭിഷേകം പ്രാപിച്ച ആരുമില്ല. 6-ാമത്തെ ദിവസം വീണ്ടും ഒരു ഭയങ്കര ദൈവശക്തി വന്ന് അടിച്ചു. അവിടെ ഇരിക്കുന്ന കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷ പ്രാപിച്ചു, പ്രവചിക്കാൻ തുടങ്ങി. വെളിപ്പാട് കാണുന്നു. കുഞ്ഞുകുട്ടികളൊക്കെ ഉള്ള വെളിപ്പാട്, ദൂതന്മാരെ കാണുന്നു. അന്തരീക്ഷം മാറി സഡനായിട്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ചിലരൊക്കെ ആത്മശക്തി എടുത്തെറിയ, താങ്ങാൻ കഴിയാതെ ദൈവശക്തി വന്നിട്ട് ഇവിടുന്ന് അവിടം വരെ ഉരുളും, അവിടുന്ന് ഇവിടം വരെ ഉരുളും. എന്ന് പറഞ്ഞാൽ ശക്തി താങ്ങാൻ പറ്റുന്നില്ല. ഇനീഷ്യൽ ഇൻഫില്ലിംഗ് അല്ലേ. ഒരു സ്തോത്രം എന്ന് പറഞ്ഞേ. 6-ാമത്തെ ദിവസം തൊട്ട് പാട്ട് പാടാനൊന്നും പറ്റത്തില്ല. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ എന്ന് പറഞ്ഞു ഉടനെ ഒരു ആത്മശക്തി വ്യാപരിക്കും. അന്യഭാഷയുടെ ഒരു പകർച്ചയാണ്. ഒരാൾ അന്യഭാഷ പറയും, അടുത്ത ആൾ ഏറ്റു പറയും, അടുത്ത ആൾ ഏറ്റു പറയും, ഞാൻ പറയും, അടുത്ത ആൾ പറയും. അങ്ങനെ അതൊരു ഉച്ച കഴിഞ്ഞ് 2-2:30 വരെ നീണ്ടുപോകും. പിന്നെ ഒരു വിധത്തിൽ പിടിച്ചു നിർത്തി ആശീർവാദം പറഞ്ഞ് നിർത്തും. വൈകിട്ട് വീണ്ടും ഇത് തന്നെ. 40 ദിവസവും പ്രസംഗമില്ല, പാട്ടൊന്നും പാടാൻ പറ്റത്തില്ല. യേശുവിൻ നാമത്തിൽ ആമീൻ എന്ന് പറയുമ്പോൾ ദൈവശക്തിയുടെ വ്യാപാരമാണ്. ഒരു സ്തോത്രം എന്ന് പറഞ്ഞാട്ടോ. അതോടെ ദേശത്തിൻ്റെ ശക്തി പരാജയപ്പെട്ടു. സഭ എഴുന്നേറ്റു. ഇന്ന് പകൽ നിങ്ങളോട് ഞാൻ പറയട്ടെ, ആത്മശക്തിയുടെ പ്രദർശനശാലയായി സഭ മാറുമ്പോൾ ദേശത്തിൻ്റെ ദേശാധിപതി ശക്തികൾ പരാജയപ്പെടും. അതാണ് എഫേസ്യ ലേഖനത്തിൽ ആത്മീയ യുദ്ധത്തെക്കുറിച്ച് പറയുമ്പോൾ പൗലോസ് പറയും, നമുക്ക് പോരാട്ടം ജഡരക്തങ്ങളോട്. So we are not fighting against flesh and blood, but rather we are fighting against the principalities and powers of darkness which are controlling this area, the city, the people. It is the devil who restricts the people from coming to the church. Satan blindfolds the understanding of the people. You pray, you wage the warfare, you break it. You pray, God will open the spirit of understanding. ദൈവം അവരുടെ കണ്ണുകളെ തുറക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്ക് പോരാട്ടം മനുഷ്യരോടല്ല, ചേർന്ന് സ്തോത്രം ചെയ്യാം. RSSകാരോടുമല്ല, ഹിന്ദുക്കളോടുമല്ല, മുസ്ലിങ്ങളോടുമല്ല, പക്ഷെ ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന അന്ധകാര ശക്തികളോട്. അതിനെ ബൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ, അത് യേശു പറഞ്ഞ ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവൻ്റെ കോപ്പ് കവർന്നെടുക്കാൻ ആർക്കും കഴിയുകയില്ല. തിരിച്ചു വരാം. വലിയ ദൈവശക്തിയുടെ അഭിഷേകമുണ്ടായിരുന്ന ശിംശോന്റെ അഭിഷേകം ശക്തിയുടെ അഭിഷേകം, ശലോമോന്റെ അഭിഷേകം ജ്ഞാനത്തിൻ്റെ അഭിഷേകം. 2 അഭിഷേകമാണ്, പക്ഷെ 2 തരത്തിലാണ് മാനിഫെസ്റ്റേഷൻ. എല്ലാവർക്കും ഒരേപോലെയല്ല. ഒരാൾക്ക് പ്രൊഫറ്റിക് മാനിഫെസ്റ്റേഷൻ ആയിരിക്കാം, വേറെ ആൾക്ക് അതേ ആത്മാവിനാൽ വീര്യപ്രവൃത്തികൾ. 1 Corinthians 12 പൗലോസ് പറയുന്നത്, സെയിം സ്പിരിറ്റ്, ഡിഫറെൻറ്റ് മിനിസ്ട്രി. ദ മാനിഫെസ്റ്റേഷൻ ഇസ് ഡിഫറെൻറ്റ്. Somebody is gifted in miracles. Somebody speaks in diverse kinds of tongues. Somebody has the gift of interpretation, and somebody has the gift of healings, prophetic. ചേർന്ന് സ്തോത്രം പറഞ്ഞേ. That varies from person to person. ഒരേ ആത്മാവ് വ്യത്യസ്തമായിട്ടുള്ള ആത്മകൃപാവരങ്ങളാണ്. പ്രവചനം, രോഗശാന്തി, വീര്യപ്രവൃത്തികൾ എന്നിങ്ങനെ വ്യത്യസ്തമാണ്. ശിംശോന്
ശക്തിയുടെ അഭിഷേകം ഉണ്ടായിരുന്നു. അതുപോലെ ശക്തി വേറെ ആർക്കും പിന്നെ ദൈവം കൊടുത്തായിട്ട് നമ്മൾ കാണുന്നില്ല. പട്ടണവാതിൽ വലിയ സിറ്റി ഗേറ്റ് ഒക്കെ പറിച്ചെടുത്ത് പുള്ളി ചുമലി വെച്ചുകൊണ്ടാണ് പോകുന്നത്. നമ്മൾ ഒരു കുടം വെള്ളമായിട്ട് പോകുന്ന പോലെ പുള്ളി പോകുന്നത്. ഒരു സ്തോത്രം എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, അതാ ശക്തി. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. സ്തോത്രം. ഇന്ന് അങ്ങനത്തെ ശക്തി കൊടുക്കാൻ പറ്റത്തില്ല. സഭയിലെ വലിയ അച്ചായന്മാർക്ക് ശക്തി കിട്ടിക്കഴിഞ്ഞാൽ എല്ലാത്തിനും അടിച്ച് നിരത്തി ഫ്ലാറ്റാക്കി കമ്മിറ്റി കൂടി കഴിയുമ്പോൾ വലിയ പ്രശ്നമായി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവദാസന്മാർക്ക് ശക്തി കിട്ടിയാൽ വെറുതെ ഇരിക്കും. ഇങ്ങനത്തെ ശക്തി കിട്ടിക്കഴിഞ്ഞു പ്രശ്നം ഉണ്ടാക്കുന്നവന് പണ്ടൊരിക്കലും ചർച്ച ബോർഡിലൊരു കരാട്ടെ ബ്ലാക്ക് ബെൽറ്റുള്ളൊരു പാസ്റ്റർ ഉണ്ടായിരുന്നു. എന്നാൽ നല്ല ദൈവാസനൊക്കെയാണ്. പക്ഷെ ഒരുപാട് പ്രശ്നങ്ങൾ മൂത്ത് കഴിഞ്ഞാൽ പുള്ളി പിന്നെ സെക്രട്ടറിയെ പിടിച്ചിങ്ങനെ എയറിൽ നിർത്തി. എപ്പോഴാണ് കൃപ പോകുമെന്ന് അറിയത്തില്ല, മറ്റത് വ്യാപരിക്കുന്ന അറിയത്തില്ല. മനസ്സിലാകുന്നവർക്ക് സ്തോത്രം ചെയ്യും. ആത്മാവും ജഡവും തമ്മിൽ ചെറിയൊരു തിൻ ലൈൻ ഓഫ് ഡിഫറൻസേ ഉള്ളൂ. ഹല്ലേലൂയ. പണ്ടൊരാൾ ഭാര്യയ്ക്കിട്ട് ഒരെണ്ണം കൊടുത്ത് യഹോവയുടെ കൈ വീര്യം പ്രവർത്തിക്കുന്നു, വലം കൈ വീര്യം പ്രവർത്തിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ശിംശോന് വലിയ ശക്തി ഉണ്ടായിരുന്നു. That was because of the presence of God. He had a wonderful anointing of power, empowerment with the Holy Spirit. പക്ഷെ ഇവിടെ നമ്മൾ വായിക്കുന്ന ഫെലിസ്തീനെയൊക്കെ പുള്ളി ചുമ്മാ കൊന്നൊടുക്കിയതാണ്. ഒരു കഴുത താടിയല്ലുകൊണ്ട്, പച്ച കഴുത താടിയല്ലുകൊണ്ട് ആയിരക്കണക്കിന് ഫെലിസ്തീനെ കൊന്നൊടുക്കിയതായിരിക്കുന്ന AK-47 പോലെ പുള്ളിയുടെ കയ്യിലത് അഭിഷേകമാണ്. ആയിരക്കണക്കിന് ഫെലിസ്തീർ വരുന്നു, പുള്ളിക്ക് എന്നെ അരിഞ്ഞ് വീഴ്ത്തുക. അതിനെ ഒരു സ്തോത്രം എന്ന് പറഞ്ഞ് ഹല്ലേലൂയ. ഏത് കളരിപ്പയറ്റുകാരൻ അങ്ങനെ ചെയ്യാൻ പറ്റും? അത്ര വലിയ ദൈവശക്തി ഉണ്ടായിരുന്ന, അഭിഷേകം ഉണ്ടായിരുന്ന ശിംശോൻ. പക്ഷെ ഇപ്പൊ പഴയ പോലെ പുള്ളി കൊടച്ചിൽ മാത്രമേ ഉള്ളൂ. പണ്ടത്തെ ഓർമ്മയ്ക്ക് കൊടച്ചിലും ചാട്ടവും കയ്യടിയും ഒക്കെ ഉണ്ടെങ്കിലും ശക്തി വ്യാപരിക്കുന്നില്ല. ഇന്നത്തെ ചോദ്യം, നിനക്ക് ആ പഴയ ആക്ഷൻസ് ഉണ്ട്, പക്ഷെ നിനക്ക് ശക്തി വ്യാപരിക്കുന്നുണ്ടോ? ചേർന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് ചോദിക്കുന്ന, ശക്തി വ്യാപരിക്കുന്നുണ്ടോ? കേൾക്കാവോ? പ്രൈസ് ദി ലോർഡ്. ശക്തി വ്യാപരിക്കുന്നുണ്ടോ? He had action but no power. The Lord had left him, departed him. കർത്താവ് അവരെ വിട്ടുപോയിരുന്നു. ഇന്ന് ഒത്തിരി സ്ഥലത്തെ പ്രശ്നം അതാണ്. Hallelujah. We have a system, we have a choir, we have the preaching. Everything as usual is happening. But do you have the power and the presence of the Holy Spirit? യഹോവ അവനെ വിട്ടുമാറി എന്ന് അറിയാതെ ഏറ്റവും വലിയ ഒരു ട്രാജഡി അവിടെ സംഭവിക്കുന്നത്. വേദപുസ്തകത്തിൽ ഏറ്റവും വലിയൊരു ദുരന്തം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ സ്ഥാനം എന്ത് ചെയ്തു? ഫെലിസ്തർ അവനെ പിടിച്ച് കണ്ണ് കുത്തിപ്പൊട്ടിച്ചു. Satan binds, blinds, grinds. അവനെ ബൈൻഡ് ചെയ്തു, ബന്ധിച്ചു, ബ്ലൈൻഡ് ചെയ്തു. പിശാചിൻ്റെ ഏറ്റവും വലിയ പരിപാടി എന്ന് പറയുന്ന സഭയുടെ കാഴ്ചപ്പാടില്ലാതെയാക്കുക. വാട്ട് ഈസ് ദ പ്രോബ്ലം? ഒത്തിരി ദൈവദാസന്മാർ ബുദ്ധിമുട്ടുന്നൊരു കാര്യം അല്ലേ? പുതിയൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ കാഴ്ചപ്പാടില്ലാത്ത കുറേ ആൾക്കാർ പറയും, അതെ പാസ്റ്റർ 12:30 നമ്മുടെ സ്വഭാവം തീരുന്ന കേട്ടോ. പിന്നെ എന്നാ ചെയ്യാൻ പറ്റും? പ്രൈസ് ദി ലോർഡ്. ഒരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. പല കാര്യങ്ങൾക്കകത്തും റെസ്ട്രിക്ഷൻസ്. ഹല്ലേലൂയ. ഒരു മീറ്റിംഗ്, ഒരു അജണ്ട, ഒരു പ്രോഗ്രാം, നമ്മുടെ ഫൈനാൻസിനൊക്കെ നമുക്കൊരു ബജറ്റിംഗ് ഉണ്ട്. ഇറ്റ്സ് ഓൾ ഗുഡ്, നല്ലതാണ്. ആത്മപ്രേരണയുണ്ടായി നമുക്ക് കുറച്ച് യോഗങ്ങൾ നടത്താം, കുറച്ച് കൺവെൻഷൻ നടത്തേ ഇല്ല. നമ്മുടെ ബജറ്റ് ഈ വർഷത്തെ തീർന്നിരിക്കുക. പിശാച് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം ബ്ലൈൻഡ് യു. സ്പിരിച്വലി നിന്നെ ബ്ലൈൻഡ് അന്ധമാക്കുക, ആത്മീക അന്ധത വരുത്തുക. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. മനസ്സിലായോ? നമുക്ക് ആത്മീയ കാഴ്ചപ്പാടിനെ അന്ധമാക്കുക. നിങ്ങൾക്ക് വലിയ പരിജ്ഞാനമൊന്നും ഇല്ലാഞ്ഞ കാലത്ത് നിങ്ങൾക്ക് വലിയ വിശ്വാസം ഉണ്ടായിരുന്നു. വലിയ രോഗമൊക്കെ വന്നാലും പെന്തിക്കോസുകാർ ചികിത്സിക്കാൻ പോകത്തില്ല. ചികിത്സിക്കാൻ ഞാൻ എതിരല്ല കേട്ടോ. പക്ഷേ ഒത്തിരി ദൈവിക അത്ഭുതം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന. പക്ഷെ നിങ്ങൾ അന്ന് ഭയങ്കര വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചപ്പം നിങ്ങൾ തന്നെ കൈവച്ചപ്പോൾ അത്ഭുതം നടന്നിട്ടുണ്ട്. പക്ഷെ കാലക്രമത്തിൽ നിങ്ങൾക്ക് ബുദ്ധിയൊക്കെ കൂടിക്കഴിഞ്ഞപ്പോൾ, അറിവൊക്കെ കൂടിക്കഴിഞ്ഞപ്പോൾ ഇപ്പം നമുക്കതിന് നമ്മൾ കൈവെക്കാനൊന്നും പോകത്തില്ല. നേരെ ഡോക്ടറെ കൊണ്ടാണ് കാണിക്കും. ഡോക്ടറെ കൈവെക്കുന്നത്, പിന്നെ സർജൻ കൈവെക്കും, പിന്നെ പലരും കൈവെക്കും. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സ്തോത്രം. കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ കൂടെയുള്ളതായിരിക്കുന്ന അസോസിയേറ്റ് പാസ്റ്റർ, അപ്പച്ചൻ പാസ്റ്റർ, IPCയിൽ AG-യിലൊക്കെ ഉണ്ടായിരുന്ന പ്രായമുള്ള ദിവസം റിട്ടയർ ചെയ്ത് ഞങ്ങളുടെ ചർച്ചിലെ മെമ്പറാണ്. ഞാനൊരു സഹശുശ്രൂഷകനായിട്ട് അദ്ദേഹത്തെ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുക, അദ്ദേഹത്തിന് 1-2 ആഴ്ചയായിട്ട് എരിവും പുളിയുള്ള ഭക്ഷണം ഒന്നും കഴിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ തൈരും ചോറും മാത്രം കഴിച്ചുകൊണ്ടിരിക്കുക.
പുള്ളിയും പ്രാർത്ഥിച്ച് പലർക്കും സൗഖ്യം വിടുതൽ കൃപയുള്ള ദൈവാസന. പക്ഷെ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് അദ്ദേഹത്തോട് പറഞ്ഞു, പാസ്റ്ററെ വിളിച്ച് പ്രാർത്ഥിക്കുക. അപ്പം ഞാനിത് അറിയുന്നില്ല, ഫോണിൽ കൂടെ ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ഈ ഞായറാഴ്ച സാക്ഷ്യം പറഞ്ഞു, പാസ്റ്റർ പ്രാർത്ഥിച്ചോട് വിടുതലായി, അതിനുശേഷം എനിക്ക് എല്ലാ ഭക്ഷണവും കഴിക്കാം. ഞാൻ പറഞ്ഞതല്ല, യേശു അത്ഭുത സൗഖ്യത്തിൻ്റെ ദൈവമാണ്, നമ്മളൊന്ന് വിശ്വസിച്ചാൽ മതി. പക്ഷേ അദ്ദേഹം കാശുള്ള ആളാണ്, നല്ല ബാക്ക്ഗ്രൗണ്ടുള്ള ആളാണ്. ഹോസ്പിറ്റലിൽ പോയിരുന്ന എൻഡോസ്കോപ്പിയോ അവർ ഒരുവിധപ്പെട്ട എല്ലാ സ്കോപ്പിയും എടുക്കും, മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. അവിടെ വെച്ചിരിക്കുന്ന എല്ലാം ടെസ്റ്റ് ചെയ്യും, എല്ലാ മെഷീനും അവർ ടെസ്റ്റ് ചെയ്യും. പക്ഷേ ഒരു വാക്ക് ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചപ്പോൾ, വിശ്വസിച്ചപ്പോൾ, ഒരു സ്തോത്രം പറഞ്ഞാട്ടെ, അദ്ദേഹം വിശ്വസിച്ചു, അദ്ദേഹത്തിന് ആവശ്യബോധമുണ്ടായിരുന്നു. കൃപയാൽ ഞാൻ ആത്മാവിൽ ചേർന്ന് പ്രാർത്ഥിച്ചു. ഇത് രണ്ടും കൂടെ വന്നപ്പോൾ ഒന്നിച്ചു വന്നപ്പോൾ ദൈവാത്ഭുതം ചെയ്തു. ഹല്ലേലൂയ. അത്രയേ ഉള്ളൂ. നമുക്ക് വലിയ പ്രശ്നങ്ങളായി നമ്മൾ കൊണ്ടു നടക്കുന്ന കാര്യത്തിനകത്ത് നമ്മളൊന്ന് വിശ്വസിച്ച് ഒന്ന് മനസ്സൊന്ന് ഉറച്ച്, കർത്താവേ നിനക്ക് പറ്റുമെന്ന് പറഞ്ഞാൽ മതി, അവിടെ വിട്ടുതല്ല. ഒരുപാട് മാസങ്ങളായി നീ ചുമന്നുകൊണ്ട് നടക്കുന്ന പല പ്രശ്നങ്ങളും നീ ആ പഴയ വിശ്വാസത്തിലേക്ക് മടങ്ങി വന്നാൽ, നിഷ്കളങ്ക വിശ്വാസത്തിലേക്ക് മടങ്ങി വന്നാൽ കർത്താവ് ഇൻസ്റ്റൻ്റായി പരിഹരിക്കുമെന്ന് ദൈവാത്മാവ് ഇന്ന് പോലെ ഇടപെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ജോലിയിലെ പ്രശ്നമാകാം, ഫിനാൻസിലെ പ്രശ്നമാകാം, കുടുംബത്തിലെ പ്രശ്നമാകാം, മക്കളുടെ പ്രശ്നമാകാം, പഠനത്തിലെ പ്രശ്നമാകാം, ആരോഗ്യ പ്രശ്നമാകാം, എന്തുമാകട്ടെ, വിശ്വാസത്തിലേക്ക് നീ മടങ്ങി, വിശ്വാസം, നിന്റെ പഴയ വിശ്വാസം നീ ഇഗ്നൈറ്റ് ചെയ്യാൻ ദൈവാത്മാവ് ഇന്ന് പകൽ ഇടപെടുകയാണ്. ഒരിക്കലും ഒഴുകിയിരുന്ന ഉറവ, ആമേൻ, ഫെലിസ്ത്യർ മണ്ണിട്ട് നികത്തി. പിശാച് ചെയ്യുന്ന കാര്യം ഉറവ മണ്ണിട്ട് നികത്തുക, ആത്മാവിൻ്റെ ഒഴുക്ക സ്ട്രീമിനെ മണ്ണിട്ട് നികത്തുക. രണ്ട്, പിശാചിൻ്റെ പരിപാടി നിന്റെ കണ്ണ് കാഴ്ചപ്പാടിനെ കുരുടാക്കുക. I mean, hallelujah, Samson was blinded. കണ്ണ് കുത്തിപ്പൊട്ടിച്ചു. എന്ത് ചെയ്യാൻ പറ്റും? ശത്രുവോട് യുദ്ധം ചെയ്യാൻ പറ്റുമോ? മനസ്സിലാകുന്നവർക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. മുമ്പിലത്തെ പോലെ കുടഞ്ഞൊഴിഞ്ഞു കളയെന്ന് വിചാരിച്ച് നടന്നില്ല. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകാം. ഫെലിസ്ത്യർ അവനെ പിടിച്ച് കണ്ണ് കുത്തിപ്പൊട്ടിച്ച് ഗസയിലേക്ക് കൊണ്ടുപോയി. ചെമ്പ് ചങ്ങല കൊണ്ട് ബന്ധിച്ചു. പണ്ട് ബന്ധനമൊന്നും പുള്ളിക്ക് ഇഷ്യൂ അല്ലായിരുന്നു. ഇപ്പോൾ എപ്പോഴും വായെടുത്ത ബന്ധനം പറയുന്നത്, കാരണം എനിക്കിത് അഴിക്കാൻ പറ്റുന്നില്ല. പണ്ട് ഞാൻ കുടഞ്ഞാൽ ഇത് പോകുമായിരുന്നു, ഇപ്പം കുടഞ്ഞിട്ട് ബന്ധനം എന്ത് ചെയ്യുന്നില്ല, കൂടോത്രം വലിക്കുന്നുണ്ട്. ഭയങ്കര കൂടോത്രമാണ് പാസ്റ്ററെ. എന്നാ കാരണം, പണ്ട് ഇത് വലിക്കത്തില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ കുടഞ്ഞിട്ടും പോകുന്നില്ല. മനസ്സിലാകുന്നെങ്കിൽ സ്തോത്രം പറഞ്ഞാട്ടെ. Why the weapon of the enemy is effective in you? It's true that the enemy is always targeting you and me. ശത്രു എപ്പോഴും നമ്മളെ ടാർഗറ്റ് ചെയ്യും. കൂടോത്രക്കാരനും ആഭിചാരക്കാരനും ഉണ്ട്. പക്ഷെ നമ്മൾ ആത്മാവിൻ്റെ തീയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇത് ഫലിക്കത്തില്ലെന്ന് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വിശ്വാസിയായിരിക്കുന്ന കാലത്ത് സഭയിലൊരു അപ്പച്ചൻ പറഞ്ഞ അനുഭവത്തെ ഞാൻ ഓർക്കുക. കോട്ടയത്ത് ഇന്നേക്ക് വേണമെങ്കിൽ 10-50 വർഷം മുമ്പുള്ള കാര്യമായിരിക്കാം, മിനിമം ആയിരിക്കും. ഹല്ലേലൂയ. അപ്പച്ചൻ പറഞ്ഞത്, അവരുടെ വീട്ടിലൊരു ഉപവാസപ്രാർത്ഥന കോട്ടയത്ത് നടക്കുന്നു. കോട്ടയത്തെ ഉണർവിൻ്റെ ഒരു കാലമാണ്. അവരവനച്ഛനെ, കാനച്ഛനെ, അല്ലെങ്കിൽ സ്തോത്രം ജോർജ് സാറ്, പ്രവാചകി വൈകി വീട്ടിൽ വന്ന് കയറി. അവരെഴുന്നേറ്റ് നിന്നിട്ട് ഒരു സാക്ഷ്യം പറഞ്ഞു, ഞാനൊരു വെളിപ്പാട് കണ്ടു, ഞാൻ ഈ വീട്ടിലേക്ക് വരുമ്പോൾ ഇവിടുന്ന് തീ ഇങ്ങനെ മുകളിലേക്ക് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ശൂലം ഇങ്ങനെ വീടിനകത്തേക്ക് വരാൻ നോക്കുന്നു, പക്ഷേ ഈ തീ കാരണം വരാൻ പറ്റുന്നില്ല, അത് പുറകോട്ട് പോവുക. ആത്മാവിൻ്റെ തീ കത്തുന്ന ഇടത്ത് രോഗാത്മാവും ഭൂതാത്മാവും ആമൻ മന്ത്രവാദാത്മാവും എല്ലാം വിട്ടുപോകുന്നു. വിശ്വസിക്കുന്നവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. പിശാചിന് നമ്മുടെ ഓർഗനൈസേഷൻ സെറ്റപ്പിന് ഭയമില്ല, പിശാചിന് ഇതിൻ്റെ തീയ ഭയമാണ്. അപ്പം പിശാചിൻ്റെ തീ കെടുത്താനോ ഒരു സ്തോത്രം എന്ന് പറഞ്ഞാട്ടെ. അമേരിക്കയും ഇറാനും കിടന്ന് പരിശ്രമിക്കുന്നത്, അമേരിക്കയും ഇസ്രായേലും നിന്ന് പൊരുതുന്നത് ഇറാൻ്റെ ആണവ സമ്പുഷ്ടീകരണം ഇല്ലാതെയാക്കാൻ, യുറേനിയം സമ്പുഷ്ടീകരണം ഇല്ലാതാക്കാൻ. മനസ്സിലാകുന്നത് സ്തോത്രം ചെയ്യുന്നു. അവനത് ഉണ്ടാക്കിയാൽ പലതും കാണത്തില്ല. ഓർത്തോണം, പിശാചിൻ്റെ പരിപാടി സഭയിൽ ഒരു 21 നടക്കരുത് ഉപവാസപ്രാർത്ഥന. അത് യുറേനിയം സമ്പുഷ്ടീകരണമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻറിച്ച്മെൻറ്റാണ്, സ്പിരിച്വൽ എൻറിച്ച്മെൻറ്റാണ്. ഒരു 21 വെക്കരുത്, ഒരു 40 ഡേയ്സ് വെക്കരുത്. ഭയങ്കര തിരക്കാണ്, നമ്മൾ തിരക്കാണ്, യാഥാർത്ഥ്യമാണ്. ആർക്കും തിരക്കില്ലാത്ത ജോലിയും പ്രശ്നങ്ങളും ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ പിശാചിനറിയാം, നീ ഒരു വെപ്പൺ ഉണ്ടാക്കിയ, ഒരു ആയുധം ഉണ്ടാക്കിയാൽ പിന്നെ നിന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. ഇവിടുത്തെ PMG ചർച്ച് ആത്മാവിൽ നിറഞ്ഞ് ആത്മാവിനെ ആണവായുധമുള്ളൊരു സഭയായി ഇത് മാറിക്കഴിഞ്ഞാൽ നിന്നെ തോൽപ്പിക്കാൻ ഇവിടുത്തെ ഒരു ശക്തിക്കും കഴിയത്തില്ല.
പാടില്ല. പിന്നെ ഒറ്റ കാര്യമേ ഉള്ളൂ, നിന്നെ ഉപവസിപ്പിക്കരുത്, പ്രാർത്ഥിപ്പിക്കരുത്, ആരാധിപ്പിക്കരുത്, അഭിഷേകത്തിൽ നിറയിപ്പിക്കരുത്. അന്യഭാഷയോട് നിനക്കൊരു വിരക്തി തോന്നണം, പ്രവചനത്തോട് നിനക്കൊരു ഇഷ്ടക്കേട് തോന്നണം, രോഗശാന്തിയോട് താല്പര്യക്കുറവ് ഉണ്ടാകണം. കാരണം നീ താല്പര്യപ്പെട്ടാൽ നിന്നെ തോൽപ്പിക്കാൻ പിശാചിന് പറ്റത്തില്ല. ഹല്ലേലൂയ. അതാ പിശാചിന്റെ പരിപാടി, നിന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. കുഞ്ഞുങ്ങളെ, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. അവൻ്റെ തന്ത്രങ്ങളെ നാം, എന്നാ സാത്താൻ്റെ തന്ത്രം? ഒരിക്കൽ പിശാചികളെല്ലാം കൂടെ കൂടുന്ന ഒരു യോഗം. ലൂസിഫർ പറഞ്ഞു, എല്ലാവരും ഒരുപാട് പേര് ഈ പെന്തിക്കോസുകാരുടെ യോഗത്തിന് പോയിട്ട് ഇങ്ങനെ അവർ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക, ഇത് തടയണം നമുക്ക്. ഓരോ ഭൂതങ്ങളും ഓരോ അഭിപ്രായം പറഞ്ഞു. അതൊന്നും പുള്ളിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ യോഗത്തിന് വിടത്തില്ല, അല്ല ഇന്നത് ചെയ്യും എന്നത് ചെയ്യും എന്നൊക്കെ പറഞ്ഞു. വേറെ പിശാച് പറഞ്ഞു, അത് യോഗത്തിന് പോകുന്ന അത് ഞാൻ അങ്ങനെയല്ല, എപ്പോഴായാലും പറയും നാളെയാട്ടെ. സ്വതന്ത്രം ആരുണ്ട് തീരുമാനമെടുക്കാൻ? നാളെയാട്ടെ, ഇനി അവസരമുണ്ടല്ലോ. നമ്മളെ കൊണ്ട് പ്രൊക്രാസ്റ്റിനേഷൻ ഇസ് ദ തീഫ് ഓഫ് ടൈം എന്ന് ഇംഗ്ലീഷിൽ പറയുമല്ലോ. പിശാച് ഇങ്ങനെ തള്ളി മാറ്റി നാളെയാട്ടെ. പരിശുദ്ധാത്മാവ് രാവിലെ പറയും ഉപവസിക്കാം. നമ്മൾ ഒരു വയറ്റെരിച്ചിലുണ്ടെന്നാണ് തോന്നുന്നത്, 2 ഇഡലി രാവിലെ കഴിച്ചേക്കാം. പ്രൈസ് ദി ലോർഡ്. ഉപവസിക്കാൻ തീരുമാനമില്ല, ഒരു എരിച്ചിലും ഉണ്ടാകത്തില്ല. ഒരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഉപവസിക്കാൻ തീരുമാനം എടുത്താൽ നമുക്ക് ആകെ വെപ്രാളമാണ്. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. നീ ഉപവസിച്ചാൽ, നീ പ്രാർത്ഥിച്ചാൽ, വേർപെട്ട ദൈവസന്നിധിയിരുന്നാൽ അത് വിജയമാണെന്ന് സാത്താൻ അറിയാം. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും? കരമടിച്ച് കർത്താവിനെന്ന് സ്തുതിച്ച് ഇന്ന് പകൽ ഈ ഉപവാസത്തിന്റെ നടുവിൽ, ഈ ആരാധനയുടെ നടുവിൽ ആശ്മനാഥന ആത്മാവിന്റെ ശാക്തീകരണം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതുരവനതരമനക വിട്ടുമാറാത്ത ചിലതൊക്കെ വിട്ടുമാറുന്ന ദിവസമായി ശൂഡര ബാലക ഹംദന വേദക അസ്തര അസ്തര അർത്ഥന 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 വർധന വർധന ദുരബല ഹംദന ദീപല ഗൗഡ ശംദല റീബല ഗൗഡ അക്ഷര വർധന 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 അതുരബലാദന വേദകരാജന വേദികരാജന അക്ഷരവർധന ദുർഖമനാദിനി അക്ഷരവർധന ദുർഖമനാദന വക്ഷപരച്ചന ഹസ്തകരാജന. യേശുവിൻ നാമത്തിൽ ഇന്നു പകൽ ഒരു വിടുതലിനെ ഞാൻ കൽപ്പിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഈ 16-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിച്ചെങ്കിലും അടുത്തത് വളരെ പ്രത്യാശ നിറഞ്ഞൊരു വാക്യമാണ്. 22-ാമത്തെ വാക്യം. വീണ്ടും വളർന്നു തുടങ്ങി. ഇന്ന് പകൽ ദൈവം അതെന്ന് പറഞ്ഞാൽ വീണ്ടും അവൻ ശക്തിപ്പെടാൻ തുടങ്ങിയെന്നാ. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. The Philistines had shaved off all his hair. അവൻ്റെ ജഡ മുഴുവനും ഷെയ്വ് ചെയ്ത് കളഞ്ഞതാ. വളരാൻ തുടങ്ങി. ഇന്ന് പകൽ സഭയോടൊരു ദൂത് പറയാം. നഷ്ടപ്പെട്ട ജഡ മടങ്ങി വരാൻ പോവുകയാണ്. നഷ്ടപ്പെട്ട തലമുടി വീണ്ടും റീഗ്രോ ചെയ്യാൻ പോവുകയാണ്. നഷ്ടപ്പെട്ട ശക്തി തിരിച്ചു വരാൻ പോവുകയാണ്. നഷ്ടപ്പെട്ട അഭിഷേകം തിരിച്ചു വരാൻ പോവുക. നഷ്ടപ്പെട്ട ഉണർവ് മടങ്ങി വരാൻ പോവുകയാണ്. നഷ്ടപ്പെട്ട പ്രാർത്ഥനാ ജീവിതം മടങ്ങി വരാൻ പോവുകയാണ്. നഷ്ടപ്പെട്ട ആരാധന മടങ്ങി വരാൻ പോവുകയാണ്. വീണ്ടും തലമുടി കിളിർത്തു തുടങ്ങി. അടുത്തത് ശിംശോന്റെ പ്രാർത്ഥനയാണ്. 28-ാമത്തെ വാക്യം. അപ്പോൾ ശിംശോൻ യഹോവയോട് പ്രാർത്ഥിച്ചു. വേഴ്സ് 28. കർത്താവായ യഹോവേ, എന്നെ ഓർക്കണമേ. പ്രതികാരം ചെയ്യേണ്ടതിന് ഈ ഒരു പ്രാവശ്യം മാത്രം എനിക്ക് ശക്തി നൽകണമേ എന്ന് പറഞ്ഞു. ഇന്ന് പകരം ആര് പ്രാർത്ഥിക്കും? താൻ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഒരിക്കൽ കൂടെ ശക്തി മടക്കി തരണമേ. Lord, give me one more chance, one more time. Holy Spirit, empower me, strengthen me. കർത്താവേ, നീ തന്ന അഭിഷേകം ഞാൻ കളഞ്ഞു കുളിച്ചു, അവസരങ്ങൾ കളഞ്ഞു കുളിച്ചു, ദൈവശബ്ദത്തെ ഞാൻ അവഗണിച്ചു, പരിശുദ്ധാത്മാവിനെ കെടുത്തി, പ്രവചനം തുച്ഛീകരിച്ചു, ആത്മാവിനെ ദുഃഖിപ്പിച്ചു. പാപം ശ്രദ്ധിക്കണം. 2-3 പാപങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഒന്ന് ആത്മാവിനെ ദുഃഖിപ്പിക്കുക, ഗ്രീവിങ് ദ ഹോളി സ്പിരിറ്റ്. മറ്റൊന്ന് ക്വെഞ്ചിങ് ദ ഹോളി സ്പിരിറ്റ്, ആത്മാവിനെ കെടുക്കുക. എന്ന് പറഞ്ഞാൽ എന്തുവാ? നല്ല ആരാധിച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ ബുദ്ധി പറയുക, എല്ലാവരും നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ സമയം പോയെന്നതൊന്ന് നിർത്തിയേക്കാം. ആത്മാവിനെ കെടുത്തുക. പ്രവചനം തുച്ഛീകരിക്കുക ചെയ്യരുത്. ഒരു സ്തോത്രം പറഞ്ഞേ.
പ്രവചനത്തെ വിവേചിക്കാം നിങ്ങൾക്ക്, പക്ഷെ തുച്ഛീകരിക്കരുത്. ചേർന്ന് സ്തോത്രം ചെയ്യാം. ഇന്ന് പരിശുദ്ധാത്മാവ് എങ്ങനെ ഉണർവ് നഷ്ടപ്പെട്ടു പോകുന്നതാണ് പറഞ്ഞത്. ഉണർവ് നഷ്ടപ്പെട്ടു പോകുന്നത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിലും ആരാധനയിലും ശുശ്രൂഷയിലും പ്രവൃത്തിയിലും ചെയ്യുമ്പോൾ ഹോളി സ്പിരിറ്റ് വിൽ ലീവ് യു. ശിംശോനെ ദൈവ സാന്നിധ്യം വിട്ടുമാറി. ഈ കാബോധ് 1 ശമൂവേലിന്റെ പുസ്തകത്തിൽ നമ്മളതാ വായിക്കുന്നത്. ഏലി ശുശ്രൂഷിക്കുന്ന കാലം ദർശനമേറെയില്ല, വെളിപ്പാടില്ല, വചനം ദുർലഭമാണ്. പിന്നെന്താണ്? വചനവും ഇല്ല, വെളിപ്പാടും ഇല്ല, പ്രവചനവും ഇല്ല, കൃപാവരവും ഇല്ല, വചനവുമില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഒരു യുദ്ധമുണ്ടായി ഫെലിസ്തീനുമായിട്ട്. ഓർ ഫെലിസ്തീൻ ഈ സാത്താൻ്റെ കിങ്ഡത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്, പിശാചിൻ്റെ സാമ്രാജ്യത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഫിലിസ്റ്റൈൻസ്. എപ്പോഴും ഓർത്തോണം, ദൈവജനത്തിന് ഈ ഫെലിസ്തീനോടൊരു യുദ്ധമുണ്ട്. ഫെലിസ്തീൻ നോക്കുന്നതിൻ്റെ വീക്ക് പോയിൻ്റാണ്. സഭ ഇപ്പം ഇച്ചിരി ക്ഷീണിച്ചായിരിക്കുന്നത്. അപ്പോൾ ദേശത്തെ ശക്തികളും കുടിയിരിപ്പ് ശക്തികളെല്ലാം പറയും ഇപ്പം അറ്റാക്ക് ചെയ്യാം. മനസ്സിലാവുന്നെങ്കിൽ സ്തോത്രം പറഞ്ഞേ. അന്നേരം പറയും 2-3 കുടുംബം നമ്മളെ വിട്ടുപോയി, വേറെ ചില ഇച്ചിരി പ്രശ്നം ഉണ്ടാക്കി. അയ്യോ എന്നാണെന്ന് അറിയത്തില്ല, ഞാൻ ഒത്തിരി സ്നേഹിച്ചിട്ട് അവർ തെറ്റിദ്ധാരണ. എന്നാ ചെയ്യാൻ പറ്റും? ഓർത്തോണം, നീ ഡൗൺ ആകാൻ പിശാച് കാത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. ഫെലിസ്തീർ കയറി അറ്റാക്ക് ചെയ്തു. ഇവർ പെട്ടകമൊക്കെ ആയിട്ടാണ് പോയത്. അത് ദൈവവ്യവസ്ഥയല്ലായിരിക്കും. പക്ഷെ അവസാനം അവരാഞ്ഞു പൊരുതി യുദ്ധം ചെയ്ത് ഇസ്രായേൽ തോറ്റുപോയി, പെട്ടകം എടുത്തുകൊണ്ട് പോയി. ഏലിയുടെ ഫീനഹാസിൻ്റെ ഭാര്യ പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, യഹോവയുടെ മഹത്വം പോയി ഈ കാബോധ് അല്ലേ. പക്ഷെ ദൈവം അപ്പോൾ ഒരു ശമൂവേലിനെ എഴുന്നേൽപ്പിച്ചു. ടു ബ്രിങ് ബാക്ക് ദ ഗ്ലോറി ഓഫ് ദ ലോർഡ്. ദൈവത്തിൻ്റെ മഹത്വത്തെ തിരിച്ചു കൊണ്ടുവരുവാൻ ചില ശമൂവേൽമാർ ഇവിടുന്ന് എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. നാമാണ് ശമൂവേൽമാർ. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. നമ്മളാണ് ശമൂവേൽമാർ. ദിവസങ്ങളിൽ ആലയത്തിൽ ദൈവമഹത്വം വീണ്ടും വെളിപ്പെടുകയാണ്. ശമൂവേലേ ശമൂവേലേ എന്ന് വിളിക്കുന്നു. Hallelujah. The boy had an encounter with God. ആർക്കാണ് ഈ മഹത്വം തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന? വ്യക്തിപരമായി ദൈവത്തോടെ എൻകൗണ്ടർ ഉള്ള, ദൈവത്തെ മുഖാമുഖമായി കാണുന്ന അനുഭവങ്ങൾ. എല്ലാവരും പാടുന്ന പോലെ കൂടെ പാടുന്നവരല്ല, കൂട്ടത്തിൽ പാട്ടും വെള്ളത്തിൽ പൂട്ടുമല്ല, പിന്നെയോ ദൈവത്തെ മുഖാമുഖമായി കാണുന്ന ഒരു ശമൂവേൽ എഴുന്നേറ്റപ്പോൾ ആമേൻ, ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി, ദൈവ ശബ്ദമുണ്ടായി, ദൈവിക ദൂതുണ്ടായി, ഒരു പ്രോഫറ്റിക് മൂവ്മെന്റ് ഉണ്ടായി, ഒരു പ്രോഫറ്റിക് ഈറ ആരംഭിച്ചു, ഒരു പുതിയ കാലഘട്ടം അവിടെ തുടങ്ങുകയാ. ചേർന്ന ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. അടുത്തത് ദൈവമഹത്വം മടങ്ങി വരികയാ. ഓ റബല ഹംദന രഗജന. പെട്ടകം തിരിച്ചു പിടിക്കുക. ദാഗോന്റെ ക്ഷേത്രത്തിൽ കൊണ്ട് പെട്ടകത്തെ വെച്ചു. ദാഗോൻ അടിച്ചുപോയി. ചേർന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഇവിടെ ഇരുന്ന് ശമൂവേൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം എവിടെ ഇറങ്ങി? ദാഗോന്റെ ക്ഷേത്രത്തിനകത്തിറങ്ങി. ദാഗോനെ അടിച്ച് പീസാക്കി. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ ഈ ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം മടങ്ങി വരുമ്പോൾ ചില ദാഗോന്റെ ക്ഷേത്രത്തിനകത്ത് അന്ധകാര ശക്തികൾ തകരുമാറ്, പിശാചിന്റെ സാമ്രാജ്യങ്ങൾ തകരുമാറ്, പൈശാചിക മണ്ഡലങ്ങൾ പൊളിയുമാറ്, ചില ദൈവപ്രവർത്തികൾ വെളിപ്പെടുകയാണെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഇടപെടുക. കമോൺ, ആരാധിക്കാം. രാഘവലാധന രാഘവലാധന വർദ്ധമനാധന വൈഡകരാധന ചുടബല ബല 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 ഹസ്തന ദീപല ഗൗഡ ശംദല രാജന വേദകരാജന അത്തല രക്തല രക്തല രക്തന സന്തല രാജന വൈഡകരാജന ധൂമന ബൗഠന സംഭവരാജന ദുർഘടരാജന തകരാജ വൈഡകവേദ ധൂമന ബൗഠ സംഭവരാജ തകരാജ സൈതകരാജ വൈഡകവേദ ധൂമന ബൗഡ. ഓ ഹോളി സ്പിരിറ്റ് മൂവ് ലോർഡ്. I rebuke the devil in Jesus mighty name. ആന്തകാലത്തെ യേശു ശാസിക്കുന്നു. വിട്ടുപോട്ടെ, വിട്ടുപോട്ടെ. യേശു കമാൻഡ് ചെയ്യുന്നു. Rebuke. I rebuke the devil. Rebuke in Jesus' name. Oh, chudabala bala 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 hastana dibala bauda shamdala rajana artana kebala dibala bauda shamdala rikabala. God's fire in the name of Jesus. Come on, receive the power of God. Chudabala bala 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 hastana dibala gauda shamdala rajana dibala gauda shamdala rajana dibala gauda shamdala rajana ചുടബല ബല 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 ഹസ്തന ദീപല ഗൗഡ ശംദല രാജന. അന്യഭാഷകളിൽ ആരാധിക്കാം, അന്യഭാഷകളിൽ ആരാധിക്കാം. ആത്മാവിന്റെ കൃപാവരങ്ങളെ ജ്വലിപ്പിക്കാം. ദുരബല ദുരമന 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 ദുരമന. തീകത്തട്ടെ തീകത്തട്ടെ. ചുടബല ബല 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 ധീര ബാല 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 അന്തരീക ബാലകരാജ വൈഡകവേദ ധൂമന ബൗഡ സംഭവരാജ ദുർഘടരാജ സൈതകരാജ അക്ഷരവർദ്ധന ദീപല ഗൗഡ ശംദല റീബല. ഹോളി സ്പിരിറ്റ് കൊടുങ്കാറ്റടിക്കണമേ. ആത്മാവിന്റെ കൊടുങ്കാറ്റടിക്കട്ടെ. ഷബാ ബാബാ ബാബാ ബാബാ. Holy Spirit, Shakabara Thanamana Turagana, Shiva Prabhajana Rigatana Ragajana Rigajana Rigajana, Churabala Ramanagataka, Dinigata, Shabala Ramanagata, Purabala Ramanagata, Shabala Ramanagata, Adarabala Ramanagata, Shabala Ramanagata.
ദുരബലതലമനഘടക ശംഭബലതലമനഘടക അന്ധകാരങ്ങളെ യേശുവിനെ ശ്വാസിക്കുന്നു, നിർമൂലമാക്കുന്നു, ബൈൻഡ് ചെയ്യുന്നു, ദേശാധിപതികളെ വെട്ടുന്നു യേശുവിൻ നാമത്തിൽ. അനന്ത ശയന ശക്തികളെ ഞാൻ യേശുവിൻ നാമത്തിൽ ശ്വാസിക്കുകയാണ്, വെട്ടുകയാണ് യേശുവിൻ നാമം, നിർമൂലമാക്കുന്ന യേശുവിൻ നാമം. ശാബലവേദ ധീമനബൗഢ സംഭവരാജ ദുർഘടരാജ വൈഡകവേദ ആനപ്പടയും പോരുക്കെട്ടും പൂരപ്പടയും ആനപ്പടയും പൂരപ്പടയും ചൂടപരച്ച വൈഡകരച്ച വേദികരച്ച വാടകരച്ച ദൂരകരച്ച ദുർഘടരാജ വർദ്ധനവേദ മഠവരച്ച സത്തലരാജ സംഭവരാജ. Fire in the name of Jesus. Chuda ba 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 ba. Receive the power of God. Chuda bala 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 diri biri 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 biri. Chuda bala 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 bala. Holy Spirit power. Fire anointing in the name of Jesus. ഡയബറ്റിക്കുകൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ, യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. രോഗബന്ധനങ്ങൾ അഴിയട്ടെ യേശുവിൻ നാമത്തിൽ. യേശുവിൻ നാമത്തിൽ തലമുറയെക്കുറിച്ച് ഭാരപ്പെടുന്ന ചിലരുടെ മേൽ ഇന്ന് പകൽ വിടുതൽ സംഭവിക്കട്ടെ, തലമുറയിൽ വിടുതൽ ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ. ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഞാൻ പ്രവർത്തിക്കും ആർത്തടുക്കും, ഞാൻ പ്രവർത്തിക്കും ആർത്തടുക്കും. ദൈവം എഴുന്നേൽക്കുമ്പോൾ അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. ഹല്ലേലൂയ. സ്തുതികളിൽ മേൽ വസിക്കുന്ന ദൈവം നിന്റെ സ്തുതിയുടെ മേൽ ഇന്ന് പകൽ ഇവിടെ ഇറങ്ങുമ്പോൾ ചില അന്ധകാരങ്ങൾ ദേശത്ത് ചിതറിക്കപ്പെടുകയാണ്. ഇന്ന് പകൽ ചില ബലവാന്മാർ പിടിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. വി ആർ ബൈൻഡിങ് ദ സ്ട്രോങ് മാൻ ടുഡേ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ബൈൻഡ് ദ സ്ട്രോങ് മാൻ, ബൈൻഡ് ദ സ്ട്രോങ് മാൻ ഇൻ ദ നെയിം ഓഫ് ജീസസ്. സാകാബാറാബ ലകബറമന സെത്തലോറി റിരിമി ഹിസിയാന ധർമോഷിയ ലോകസലെ ഖനിയ പ്രബാദനബ. സഭയെ ഉറക്കത്തിലേക്ക് കൊണ്ടുവന്ന് ശിംശോൻ ഉറങ്ങിയതുപോലെ ഉറക്കത്തിലേക്ക് കൊണ്ടുവന്ന് ചില സാത്താന്യ വ്യാപാരങ്ങളെ ഇന്ന് പകൽ ഞാൻ യേശുവിൻ നാമത്തിൽ ശാസിക്കുകയാണ്. സ്ലീപ്പിംഗ് സ്പിരിറ്റുകൾ യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. മയക്കത്തിന്റെ ആത്മാവ് യേശുവിൻ നാമത്തിൽ വിട്ടുമാറാൻ കൽപ്പിക്കുന്നു. God's fire in the name of Jesus. Take leave. I command the devils to flee. I command you to flee in Jesus' name. Holy Ghost, fire, 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 fire in the name of Jesus. I rebuke the devil, bind and destroy the power of darkness in the name of Jesus. All the control of the enemy, I cancel, destroy in the name of Jesus. Sending the fire of God, angels of God in Jesus' name. ചേർന്ന് കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാം. യേശുവിൻ നാമത്തിൽ ഇന്ന് പകൽ ദേശത്തെ ഭരിക്കുന്ന ചില അന്ധകാര ശക്തികളെ ഞാൻ ബന്ധിക്കുകയാണ്. ഫെലിസ്ത്യ ശക്തികളെ ഞാൻ യേശു ബന്ധിക്കുകയാണ്. ഓർക്കുക, ദൈവാത്മാവ് വെളിപ്പെടുത്തിയ ഒരു കാര്യം, ഉറവയടയ്ക്കുന്ന ഫെലിസ്ത്യൻ. ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ നിറകുടമായ ലീഡർഷിപ്പിൽ നിൽക്കുന്ന ആമേൻ ശിംശോന്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കുന്ന ഫെലിസ്ത്യൻ, പെട്ടകം പിടിക്കുന്ന ഫെലിസ്ത്യൻ. ഹല്ലേലൂയ. 3 സന്ദർഭങ്ങളിൽ ഫെലിസ്ത്യന്റെ അറ്റാക്ക് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ വെളിപ്പെടുത്തുകയാണ്. 3 ജനറേഷനുകളിൽ. മനസ്സിലാകുന്ന സ്തോത്രം ചെയ്താട്ടെ. ഇസഹാക്കിന്റെ കാലത്ത് ആമേൻ കിണർ ഉറവയടച്ച ഫെലിസ്ത്യൻ. സ്തോത്രം, ഹല്ലേലൂയ. ശിംശോന്റെ കാലത്ത് ശക്തി ചോർത്തിയ രഹസ്യം കണ്ടെത്തി സ്പൈ വർക്ക് ചെയ്ത് ശക്തിയുടെ രഹസ്യം ചോർത്തി അവൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച് കാഴ്ചപ്പാട് നഷ്ടപ്പെടുത്തി ബന്ധിക്കപ്പെട്ട അവസ്ഥയിലാക്കിയ ആമേൻ ഫെലിസ്ത്യൻ. സ്തോത്രം. സാംസൺ ആമേൻ ഈസ് ലൈക്ക് like the church, bereft of power, lost the power. പിശാചിന്റെ ആഗ്രഹത്തിന്റെ ശക്തിരഹിത സഭ. ആർക്ക് വേണം? പിശാചിന് വെല്ലുവിളിയല്ല. പിശാച് ചെയ്യുന്നത് സ്തോത്രം, അല്ലെങ്കിൽ നമ്മളൊക്കെ ഈ മീൻ പിടിച്ചിട്ട് ഇതിൻ്റെ കഴുത്തൊടിച്ചിട്ട് കൂടക്കകത്തിടുന്ന പോലെ. മനസ്സിലാകുന്ന സ്തോത്രം പറഞ്ഞാട്ടെ. ചാടിപ്പോകത്തില്ല. സാത്താൻ്റെ പരിപാടി അതാ. നിന്റെ ശക്തി കെടുത്തിട്ട് നിന്നെ അതിനകത്തങ്ങിട്ടേക്കും. സഭയെന്ന് പോകും, സഭയ്ക്കിടന്ന് കുഴപ്പമില്ല. ശക്തിയില്ലാത്ത കുറേ പേര്, പ്രാർത്ഥിക്കാത്ത കുറേ പേര്, ഉപവസിക്കാത്ത കുറേ പേര്, പാസ്റ്റർക്ക് പാരയാകുന്ന കുറേ പേര്. വിചാരി കുറേ കൂടി ഇരുന്നോട്ട് വേണേൽ 5-6 കൂടി ഇങ്ങോട്ട് വിട്ടേക്കാം. ഒരു പ്രശ്നവുമില്ല പിശാചിന്. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കുന്നൊരു 10 ഉണ്ടെങ്കിൽ പിശാച് ഓടിക്കാൻ നോക്കും. കാരണം ഇത് പിശാചിന് ത്രെട്ടാ കേട്ടോ. പ്രാർത്ഥിക്കുന്നവരെ കൊണ്ടുവരാൻ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്നവരെ, അഭിഷേകമുള്ളവരെ, കൃപയുള്ളവരെ, ശുശ്രൂഷയുള്ളവരെ, അവിടെ വിജയം. അല്ല ഒറ്റയ്ക്ക് നിന്ന് പോരാടി കുഴയും നമ്മൾ. മനസ്സിലായെന്ന് സ്തോത്രം പറഞ്ഞേ. കാഴ്ചപ്പാടുള്ളൊരു 10 പേര് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ലോകത്തെ കീഴ്മേൽ മറിക്കാം, പട്ടണത്തെ കീഴ്മേൽ മറിക്കാം.
ദൈവമക്കളെ, നമുക്കൊന്ന് രാത്രി പ്രാർത്ഥിക്കാമെന്ന് പാസ്റ്റർ പറഞ്ഞാൽ ഉടനെ ഓടി പാസ്റ്റർ ഇന്ന് തന്നെ നമുക്ക് കൂടിയേക്കാമെന്ന് പറയുന്നൊരു ആവശ്യം. ഒരു സ്തോത്രം പറഞ്ഞ് ഈ ഇസഹാക്കിനൊരു പെങ്കൊച്ചിനെ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഏലിയാസർ ഒരു കാര്യം പറഞ്ഞു, ഒരു അടയാളം, ദൈവവുമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങാണ്. ഞാനത് കുറേ തരുണിമണികളവിടെ ഉണ്ട്, ഞാൻ ഇച്ചിരി വെള്ളം കുടിക്കാൻ ചോദിക്കുമ്പോഴത്തേക്കിന് ഈ പെങ്കൊച്ച്, ഏത് പെങ്കൊച്ചാണ് പറയുന്നത്, അയ്യോ അതിനെന്താ, സാറിന് തരാൻ മാത്രമല്ല ഒട്ടകത്തിനൂടെ കൂരി കൊടുക്കാം എന്ന് പറയുന്ന വ്യക്തിയാണ് ഇസഹാക്കിൻ്റെ ഭാര്യ. അത് ഒരുവിധപ്പെട്ട പെമ്പിള്ളാരൊന്നും പറയാൻ ചാൻസ് ഇല്ല, കാരണം ഈ ഒട്ടകത്തിനെന്ന് പറഞ്ഞാൽ അന്യായ ടാങ്കാണ്. എത്ര ഗാലൻ വെള്ളം കൊള്ളുമെന്നറിയോ? സ്തോത്രം. 2 ഗ്ലാസ് വെള്ളം വന്ന ട്രാവലർക്ക് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. പുള്ളിക്ക് ഒരു ഗസ്റ്റിന് 2 ഗ്ലാസ് വെള്ളം കൊടുക്കും, ബുദ്ധിമുട്ടില്ല. അത് തന്നെ ഇന്ന് പലർക്കും ബുദ്ധിമുട്ടാണ്. സ്തോത്രം. എന്നാൽ ഒട്ടകത്തിന് കൂടെ കോരി കൊടുക്കുക എന്ന് പറഞ്ഞ അമാര കമ്മിറ്റ്മെൻറ്റ് വേണം. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ദൈവമക്കളെ, നമുക്കൊരു 3 ദിവസം ഉപവാസപ്രാർത്ഥന വെക്കാമെന്ന് പറയുമ്പം അത് മാസം 7 ആൾക്ക് ഞാനും കൂടെ ഉണ്ടെന്ന് പറയുന്നവരെ ദൈവത്തിന് ആവശ്യം. അതാ ഇസഹാക്കിൻ്റെ ഭാര്യ. ചേർന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. അവിടെയാ ദൈവത്തിന് പ്രവൃത്തിയുള്ളത്. കരമടിച്ച കർത്താവിനൊരു സ്തോത്രം പറഞ്ഞാട്ടെ. അങ്ങനത്തെ ചിലരെ ദൈവത്തിന് ആവശ്യമുണ്ട്. നിനക്ക് മാത്രമല്ല, ഒട്ടകത്തിനും കൂടെ കോരിത്തരാം. ഈ പട്ടണത്തെ നമുക്ക് ചുറ്റി നടന്ന് പ്രാർത്ഥിക്കാം പാസ്റ്ററെ, പ്രയർ ഡ്രൈവിന് പോകാം പാസ്റ്ററെ, ഓൾ നൈറ്റ് പ്രയർ നടത്താം പാസ്റ്ററെ എന്ന് പറയുന്ന ചിലരെ ദൈവത്തിന്, റിബേക്കമാരെ ദൈവത്തിന് ആവശ്യമുണ്ട്. ഇസഹാക്ക് ക്രിസ്തുവിന് നിഴലാണെങ്കിൽ റിബേക്ക സഭയ്ക്ക് നിഴല. ദൈവത്തിന് ആവശ്യം അങ്ങനത്തെ റിബേക്കമാരെയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ചിലർ നാരങ്ങ വേണ്ടല്ലേ, വേണോ കാപ്പി എടുക്കണം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എടുക്കത്തില്ല. മനസ്സിലായെങ്കിൽ സ്തോത്രം പറഞ്ഞാട്ടെ. എൻ്റെ സഭയിലൊരു കൊച്ചുണ്ടായിരുന്നു, ഇപ്പം അവൻ വലുതായി. ഞാൻ എപ്പോഴും ആ പഴയ കാലം ഓർക്കും. അവന് 2-3 വയസ്സുള്ളപ്പോൾ ഞാൻ ആ സഭയിൽ ചെന്നാ. അപ്പോൾ അവൻ വലുതായി, കല്യാണമൊക്കെ കഴിച്ചു. അവനെ എന്ത് കിട്ടിയാലും ഇനി എൻ്റെ അടുത്ത് കൊണ്ട് തരും. എന്നിട്ട് ചോദിക്കും, പാസ്റ്റർക്ക് വേണ്ടല്ലേ എന്ന് ചോദിച്ചിട്ട് തിരിച്ച് മേടിച്ച് കഴിക്കും. ദൈവത്തിന് സ്തോത്രം. വാസപ്രാർത്ഥന ഇപ്പം ഈ മാസം കുഴപ്പം വേണ്ടല്ലോ അല്ലേ പാസ്റ്റർ, അടുത്ത മാസം നമുക്ക് കുറച്ചുകൂടി സൗകര്യമായിട്ട് ചേർന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. അങ്ങേക്ക് മാത്രമല്ല, ഒട്ടകത്തിനൂടെ കോരിത്തരാന്ന് പറയുന്ന ചിലരെ ദൈവത്തിന് ആവശ്യമുണ്ട്. പാസ്റ്റർ 1 മൈൽ പോകാമെന്ന് പറഞ്ഞ് പാസ്റ്റർ 2 മൈൽ പോകാമെന്ന് പറയുന്ന ഒരു ദൈവത്തിന് ആവശ്യമുണ്ട്. റിവൈവൽ തുടങ്ങുന്നത് അവിടെയാണ്. ഒരു ഫെലിസ്ത്യ ശക്തി, നിൻ്റെ ഉറവ, പ്രാർത്ഥനയുടെ ഉറവ, നിൻ്റെ വീട്ടിൽ കൂടെ ഒഴുകുന്ന ആത്മാവിൻ്റെ ആ ഉറവയെ അടയ്ക്കുന്ന ഫെലിസ്ത്യനെ നീ ബൈൻഡ് ചെയ്തോണം. ചേർന്ന് സ്തോത്രം പറഞ്ഞ്. അടഞ്ഞുപോയ പ്രാർത്ഥനയുണ്ടല്ലോ നിങ്ങളുടെ വീട്ടിൽ, പണ്ട് ചില സമയം കിട്ടിയ പായിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ടല്ലോ, അവിടെയാ ഉയർച്ച കിട്ടിയത്. അത് അടഞ്ഞപ്പം ബാക്കിയെല്ലാം നിന്നുപോയി. തിരിച്ചതിലേക്ക് മടങ്ങി വരണം. വിരിച്ചിട്ടേക്കണം. സമയം കിട്ടുമ്പോൾ പോയി കരഞ്ഞേക്കണം, നീ പ്രാർത്ഥിച്ചേക്കണം, നീ ആരാധിച്ചേക്കണം. അതിനകത്ത് അത്ഭുതം സംഭവിക്കാൻ പോവാ. Rekindle the fire. Rekindle the fire. Rekindle the fire. Chudara bala dara mana hura baba baba. Holy Ghost, fire in the name of Jesus. Fire in the name of Jesus. Fire. Fire power. യേശുവിൻ നാമത്തിൽ rebuke the devil in Jesus name. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കാം. ഫെലിസ്ത്യൻ ചെയ്ത കാര്യങ്ങൾ, ഉറവയടച്ച ഫെലിസ്ത്യൻ, കണ്ണുകുത്തിപ്പൊട്ടിച്ച ഫെലിസ്ത്യൻ, ഹല്ലേലൂയ, ചെമ്പ് ചങ്ങലകളാൽ ബന്ധിച്ച ഫെലിസ്ത്യൻ, ഒരിക്കൽ യുദ്ധത്തിൽ പെട്ടകം പിടിച്ചുകൊണ്ടുപോയി ഈ കാബോധ് മഹത്വം കൊണ്ടുപോയ ഫെലിസ്ത്യൻ, മഹത്വമില്ലാത്ത സഭ, ശക്തിരഹിതമായ സഭ, ആത്മാവിൻ്റെ നദി ഒഴുകാത്ത സഭ, പിശാചിൻ്റെ സ്വപ്നമാത്. മനസ്സിലാകുന്നുണ്ടോ? കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം, ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. റബല ബല 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 ചുടബല ബല ബല ധരമന കടക സീകര ബല 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 അതുര ബല ധരമന കടക. യഹോവേ, ആണ്ടുകൾ കഴിയും മുമ്പേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. ഹബക്കൂക്ക് 3:2. ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ ഇയർ, ഈ ആണ്ടിൻ്റെ മധ്യഭാഗത്ത്, 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 ഈ
ഈ ആണ്ടിൻ്റെ മധ്യഭാഗത്ത്, അതാ പ്രാർത്ഥന. നാം ആണ്ടിൻ്റെ മധ്യഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുക, 5-ാം മാസത്തിലേക്ക് വരികയാണ്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ പ്രവൃത്തിയെ ഈ ആണ്ടിൻ്റെ മധ്യത്തിൽ ജീവിപ്പിക്കണമേ. റബൽ മഹാദാനിയ ഇപ്പോൾ കത്തിത്തുടങ്ങിയാൽ ഈ ആണ്ട് അവസാനിക്കുന്നതിന് മുമ്പേ നമുക്കൊരു കൊയ്ത്തുണ്ടാകും. നമുക്ക് ആത്മാക്കളെ ലഭിക്കും, നമുക്ക് ആത്മശക്തി ഉണ്ടാകും, നമുക്ക് ദൈവപ്രവൃത്തി ഉണ്ടാകും. പട്ടണം പിടിക്കുന്ന ക്രിയകൾ വെളിപ്പെടും. റബല ഹദനമ ജുഡൽ കമന ദിബന്ധന റബലബറബറ. റിവൈവ് യുവർ വർക്ക്സ് ലോർഡ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ ഇയർ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആരാധനയ്ക്കു യോഗ്യനെ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടും നീതാ. ആരാധനയ്ക്കു യോഗ്യനെ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടും നീതാ. ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ ആത്മാവിൽ ആരാധിക്കാം.